സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ. നിങ്ങളത് ക്ലാസ് ആയിട്ട് കണ്ട ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്സ് നടന്നിരിക്കുന്ന ഈ സൈബർ ഫീൽഡാണ്. ഓരോ വെബ്സൈറ്റിന് നേരെ, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നേരെ ഒരുപാട് അറ്റാക്സ് ഈ സമയത്ത് നടന്നിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വാട്സാപ്പിന് നേരെ വരെ അറ്റാക്ക് നടന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പം നമുക്ക് ഈ സൈബർ ക്രൈംസ് ചെറുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ എത്ര ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഇത്രയും ലിസ്റ്റ് ചെയ്ത ടേംസിനകത്ത്? അറിയാത്തവരൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ. പറയുന്ന കേൾക്കുന്നില്ലേ? സാറേ ഉണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സംശയം റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ഈ ടേംസിൻ്റെ അകത്ത് ഏതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? മെസ്സേജ് എങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഈ വെപ്പൺസ് ഓഫ് സൈബർ ക്രൈമിൽ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിട്ടുള്ള ഏതൊക്കെയാണൊക്കെയുള്ള കാര്യങ്ങൾ? സാറേ അങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചാൽ വലിയ പിടുത്തില്ല. ജസ്റ്റ് കേട്ടിട്ടുള്ള പറഞ്ഞാൽ മതി. ഏതൊക്കെ ടൈംസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഓക്കെ. നമുക്ക് ഫസ്റ്റ് ഹാക്കിംഗ് തന്നെ പറയാം. എത്ര ടൈപ്പ് ഹാക്കേഴ്സ് ഉണ്ടെന്ന് അറിയോ? വൈറ്റ് ഹാക്കേഴ്സും പിന്നെ ബ്ലാക്ക് ഹാക്കേഴ്സും അല്ലേ? അത് മാത്രം ഒന്നുകൂടെ ഉണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് കൂടെ ഉണ്ട്. വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. ഈ വൈറ്റ് ഹാറ്റ് എന്താ അറിയോ? വൈറ്റ് ഹാക്ക് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അനുമതിയോടെ ലീഗലായിട്ട് ഹാക്ക് ചെയ്യുന്നവര്. ബ്ലാക്ക് ഹാറ്റ് എന്ന് വെച്ചാൽ അവരുടെ പർപ്പസിന് വേണ്ടി ഹാക്ക് ചെയ്യുന്നവര്. ഇപ്പൊ സിനിമയിലെല്ലാം കാണുന്ന പോലെ. സിനിമയിലെല്ലാം കാണുന്ന പോലെ. ഓക്കെ. ഈ ഗ്രേ ഹാറ്റ് എന്താണെന്നറിയോ? അതിന്റെ കോമ്പിനേഷൻ ആണ്. വൈറ്റ് ഹാൻഡിന്റെയും ബ്ലാക്ക് ഹാൻഡിന്റെയും കോമ്പിനേഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു ആമസോണിന്റെ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചു, ഒരു പേയ്മെന്റ് നടത്താതെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ഇഷ്യൂ നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. നിങ്ങളത് ആമസോണിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ആമസോൺ നിങ്ങൾ തിരിച്ച് മെയിൽ അയച്ചു, ഓക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്യാം, 2 ദിവസം ഫിക്സ് ചെയ്യാന്ന് അവർ പറഞ്ഞു. അപ്പൊ ഈ ഇഷ്യൂ കണ്ടുപിടിച്ച അതേ നിങ്ങൾ തന്നെ അവർ ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോൺ പർച്ചേസ് ഉള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് ഈ ഗ്രേ ഹെയർ എന്ന് പറയുന്നത്. രണ്ടിനെയും കൂടെ കോമ്പിനേഷൻ ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരോ? മനസ്സിലായിട്ടില്ല. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഒരു ആമസോണിന്റെ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ഒരു പൈസ പോലും പേയ്മെന്റ് നടത്താതെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ബഗ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ അത് ആമസോണിൽ റിപ്പോർട്ട് ചെയ്യല്ലോ, നാച്ചുറലി. അപ്പൊ ആമസോൺ നിങ്ങൾ തിരിച്ചൊരു മെയിൽ അയച്ചു, ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ 2 ദിവസം എടുക്കുന്ന അവർ തിരിച്ച് മെയിൽ അയച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അതേ സമയത്ത് തന്നെ ബഗ് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഫോൺ പർച്ചേസ് ചെയ്തു. അതാണ് ഈ ഗ്രേ ഹെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഹലോ സാറേ. ഓക്കെ. സെഷൻ ഇംഗ്ലീഷിൽ വേണമെന്ന് റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ മെസ്സേജില്. ഓക്കെ സാറേ, മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു, അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. അല്ലെ മലയാളം തന്നെയാ സാറേ കുറച്ചും കൂടെ നല്ലത്. കൂടുതലൊക്കെ മലയാളിയല്ലേ. പക്ഷെ കുറച്ച് പേര് ഇംഗ്ലീഷിൽ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ലാസ്റ്റ് പറയാം കേട്ടോ. ലാസ്റ്റ് പറയാം. ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ there are 3 types of hackers: white hat, black hat and grey hat hackers. White hat hackers are hacking the website and anything with legal permissions. Black hat are hacking the website or mobile application without legal without legality or ethically. They hack the machines within their intentions. Grey hat is the combination of white hat and black hat. Is it clear? Yes, sir. ഓക്കെ. അടുത്ത് നിങ്ങൾ ഈ ഹാക്കിംഗ് എന്താണെന്ന് അറിയാമോ? ഓക്കെ.
ഹാക്കിംഗ് ടൈം വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഐഡിയ കിട്ടുന്നതിനുള്ള? ആൻഡ് ഡു യു നോ വാട്ട് ഇസ് അബൌട്ട് ഹാക്കിംഗ്? മെസ്സേജ് വെച്ചിട്ടുണ്ടോ? ഈ ഹാക്കിംഗ് ടൈം നിങ്ങൾ കേട്ടില്ല? നിങ്ങൾക്ക് ജസ്റ്റ് അറിയുന്ന എന്തെങ്കിലും ടൈം ഷെയർ ചെയ്യോ? സാറേ വേറെ ആൾക്കാരുടെ വിവരം ചോർത്തുക. ആ ഓക്കെ. ഹാക്കിംഗ് എന്ന് വെച്ചാൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു മെഷീനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അൺഓതറൈസ്ഡ് എന്ന് വെച്ചാൽ ഓതറൈസ്ഡ് പേഴ്സൺ. ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡാറ്റാബേസിനകത്ത് എൻ്റർ ചെയ്യുക. എൻ്റെ പെർമിഷൻ ഇല്ലാതെ പാനിലൊക്കെ എടുക്കുക, കൺട്രോൾ പാനിലൊക്കെ എടുത്ത് അതിൽ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തുക, അതിലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുക, ആ സൈറ്റിനെ ഡിഫേസ് ചെയ്യുക. അതാണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്. വിവരങ്ങൾ ചോർത്തുന്ന മാത്രമല്ല, ഒരു സൈറ്റിലെ കണ്ടന്റ് എഡിറ്റ് ചെയ്താലോ ഡിലീറ്റ് ചെയ്താലോ എന്ത് ചെയ്താലും ഹാക്കിംഗ് തന്നെയാണ്. സാർ അപ്പോൾ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഹാക്കിങ്ങിന്റെ ഭാഗമാണോ? ഓപ്പൺ സോഴ്സിൻ്റെ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. കുറച്ച് ഡീറ്റെയിൽഡ് പറയാനുണ്ട് OSINT എന്താണെന്നുള്ളത്. ഓക്കെ. അതൊരു വലിയ ഫീൽഡാണ്. ഓക്കെ. അടുത്താണ് ഈ ഡോസ് അറ്റാക്ക്. നിങ്ങൾ ഡോസ് അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക്. അതെ സാർ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി? KTU ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആണോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലേ? ഇവിടുത്തെ KTU ആണ്. കോളേജ് മൊത്തം KTU ആണ് കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ സൈറ്റ് ഡൗൺ ആവാറില്ലേ? യെസ്. അതാണ് ഈ ഡോസ് എന്ന് പറയണേ. എന്നുവെച്ചാൽ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സെർവറിൻ്റെ അകത്ത് ഒരു സെക്കൻഡിൽ ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സെർവറിനെ സംബന്ധിച്ച് അതിന് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ സാധാ സാംസങ്ങിന്റെ ഫോണിലൊക്കെ ഹാങ് ആണെന്ന് കേട്ടിട്ടില്ലേ? അതേ കാര്യമാണ് ഈ സെർവറിൽ നടക്കുന്നത്. അതാണ് ഈ ഡോസ് അറ്റാക്ക് എന്ന് പറയണേ. എന്നുവെച്ചാൽ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. ഒരു സെക്കൻഡിൽ ഇത്ര സിഗ്നൽസേ ഒരു സെർവറിന് ആക്സസിബിൾ ആകുന്നുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. അത് എക്സീഡ് ചെയ്യുമ്പോഴാണ് സർവീസ് ഡിലേ ആവുന്നത്. അതാണ് ഈ ഡോസ് അറ്റാക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനാണ് സംഭവിക്കുന്നത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ. ഇല്ല sir, അടുത്തതാണ് ഇല്ല. DDoS. ഓക്കെ. ഞാനിപ്പോ പറഞ്ഞ സെയിം സംഭവമല്ലേ ഈ റിസൾട്ട് വരുമ്പോൾ സൈറ്റ് ഡൗൺ ചെയ്യുന്നേ? അതൊരാൾക്ക് ചെയ്യാനും പറ്റും. ഒരു ടൂൾ യൂസ് കൊണ്ട് ചെയ്യാനും പറ്റും. ആ ടൂളിന് പറയുന്ന പേരാണ് DDoS ടൂൾ എന്ന് പറയുന്നത്. ഈ DDoS ടൂൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ ടെർമിനൽസ് ത്രൂ നിങ്ങളുടെ സൈറ്റിനകത്തേക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ടൂളിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർഗറ്റ് എന്ന് കാണുന്നില്ലേ? ഇതാണ് ഏത് സൈറ്റിനെയാണോ എനിക്ക് അറ്റാക്ക് ചെയ്യേണ്ടത്, അതാണ് ടാർഗറ്റ് കൊടുക്കേണ്ടത്. പോർട്ട് നമ്പർ ഡീഫാൾട്ട് 80 ആയിരിക്കും. HTTP സൈറ്റ് ആണ് 80 ആയിരിക്കും. HTTPS ആണ് 443 ആയിരിക്കും. ഈ ത്രെഡ്സ് ആണ് എത്ര സിഗ്നൽസ് ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് പറയണേ. ഇപ്പം ഞാനിവിടെ 2000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 2000 സിഗ്നൽസ് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്താണ് അനോണിമൈസ് ചെയ്യണം എന്ന് വെച്ചാൽ സ്പൂഫ് ചെയ്യണം. നമ്മുടെ IP സ്പൂഫ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ സ്പൂഫ് ഇല്ല. പിന്നെ ഈ ടെർമിനൽസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടർ ഇവിടെ ഇപ്പം ഞാൻ 8 കൊടുത്തു കഴിഞ്ഞാൽ 8 ടെർമിനൽ ഓപ്പൺ ആയിട്ട് 8 ടെർമിനലിൽ നിന്ന് ഒരേ സമയം 2000 സിഗ്നൽസ് വെച്ച് പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ 8 കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു സമയം 2000 സിഗ്നൽസ് വെച്ച് പോകുന്ന സെയിം സിറ്റുവേഷൻ ആണ് സംഭവിക്കുന്നത് അവിടെ. അപ്പം നമ്മുടെ സൈറ്റ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അതാണ് ഈ DDoS എന്ന് പറയണേ. ഓക്കെ. സംശയം ഉണ്ടോ? ഇല്ല സാർ. ഈ ടൂൾ ആണ് അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പൊ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇല്ലീഗൽ അല്ലേ സാറേ? ഇല്ലീഗൽ ആണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഗിറ്റബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ റിമൂവ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ യൂട്യൂബിന്റെ അകത്തും ഇതേപോലെ കുറെ കണ്ടന്റ് റിമൂവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. യൂട്യൂബ് കുറെ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോ സെഷൻ 1 hour ഉള്ളൂ. അപ്പൊ കുറച്ച് സ്പീഡായിട്ട് പോകേണ്ടില്ല. കാരണം കുറെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് മാത്രമല്ല, ഇത് ചെറിയ സംഭവങ്ങളാണ്. ഓക്കെ. പ്രശ്നമില്ലല്ലോ. HP3 ഫൈൻ ആണ്. പക്ഷെ HP3 ഒരു പ്രശ്നമുണ്ട്. HP3 എല്ലാ സൈറ്റും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അടുത്താണ് സ്പാമിങ്. നിങ്ങൾ മൊബൈൽ SMS ബോംബിങ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫോണിനകത്ത് കണ്ടിന്യൂസ്ലി SMS വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല.
ഓക്കെ, നിങ്ങൾ ഇമെയിൽ എടുക്കുമ്പോൾ സ്പാം എന്നൊരു ഫോൾഡർ കാണാറില്ലേ? സാർ. ഉണ്ട്. ഇല്ല അത് സാർ. ആരെങ്കിലും തുറന്നു നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അത് നമുക്കറിയാം, അതിനകത്തുള്ള മെസ്സേജ് സ്പാമിംഗ് ആണ്, എന്താ ആവശ്യമില്ലാത്ത മെസ്സേജ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മെന്റാലിറ്റി ഇരിക്കുമ്പോൾ ഒരു ഫോണിൽ അത് കണ്ടിന്യൂസ്ലി മെസ്സേജ് വന്നുകൊണ്ടേ ഇരുന്നാലോ? മെസ്സേജ് മാത്രമല്ല, ഫോൺ കോൾസ് വരാം, വാട്സാപ്പ് കോൾസ് വരാം, വാട്സാപ്പ് വീഡിയോ കോൾസ് വരെ വരാം. വീഡിയോ കോൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയി പോകും. കാരണം എന്തായാലും കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേ ഇരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ പബ്ജി കളിക്കാന്ന് വിചാരിക്കുക. ആ പബ്ജി കളിക്കുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ പുതിയ ഫോണിനകത്തൊക്കെ പുതിയ ഫീച്ചർ ഉണ്ട്, ഗെയിമിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വാട്സാപ്പ് കോൾ വരുമ്പോൾ അത് ഫുൾ വിൻഡോയിൽ പോപ്പപ്പ് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പം അതിനെ ഈ പബ്ജിയുടെ ഗെയിമിംഗ് മോഡിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളത് ശല്യപ്പെടുത്തി കൊണ്ടേയിരിക്കും. അതാണ് ഈ സ്പാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സ്പാമിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഹാക്കിംഗ് അല്ല. ഇത് എന്താ പറയുക, ഹാക്കിംഗ് അല്ല ഏറ്റവും തറപ്പരിപാടി എന്നേ ഞങ്ങൾ പറയുള്ളൂ ഇതിനെ. കാരണം ഇതിന് ഇതിനകത്തൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ ഇങ്ങനെ OTPs വന്നുകൊണ്ടിരിക്കുക, അതേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ പാരൻസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിക്കും. കാരണം കണ്ടിന്യൂസ്ലി ഫ്ലിപ്കാർട്ടിൻ്റെ OTP, ആമസോണിൻ്റെ OTP, ബൈജൂസിൻ്റെ OTP ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങൾ ഇത് ഒരു അവയർനെസ് കൂടെ പങ്കെടുക്കണം. നിങ്ങളുടെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് സ്പാമിംഗ് ആണ്, പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല എന്ന്. അത് മാത്രമല്ല, നമ്മുടെ ഈ ബേസിക് ഫോണിനെ സ്പാമിംഗ് ബാധിക്കും. സാധാ നോക്കിയ മൊബൈൽ ഫോണൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ സ്പാമിംഗ് ആയിട്ട് മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഫോൺ വല്ലാണ്ട് വൈബ്രേറ്റ് ആവും. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സാർ അങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടില്ലേ, ഫ്ലിപ്കാർട്ടിന്റെ ഇതുപോലെയാണ് മെസ്സേജ് വരിക. അങ്ങനെ വരുന്നുണ്ട്, ഇടക്ക് വരും. അത് നിങ്ങളെ ഫ്രണ്ട്സോ അല്ലെ നിങ്ങൾ അറിയുന്ന ആരോ പണി തരുന്നതാണ്, വേറൊന്നുമല്ല. പണി തരുന്ന ശരിയാ. ഒരു T-bomb ടൂള് എന്ന് പറഞ്ഞ tool ഉണ്ട്. ആപ്ലിക്കേഷൻ, അത് വെച്ചിട്ട് T-bomb ഉണ്ട്, ബോംബിറ്റപ്പും ഉണ്ട്. T-bomb ആകുമ്പോൾ നമുക്ക് എത്ര മെസ്സേജ് വേണം അയക്കാം, പക്ഷെ ബോംബിറ്റപ്പിൽ ലിമിറ്റ് ഉണ്ട്, ഇത്ര അയക്കാൻ പറ്റുള്ളൂ എന്ന്. ഓക്കെ, അടുത്തതാണ് കീലോഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കീലോഗർ ഇപ്പോൾ ഹാർഡ്വെയർ കീലോഗേഴ്സ് കുറവാണ്. കീലോഗർ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് കീലോഗർ എന്താന്ന് പറയാം. നമ്മളൊക്കെ മുമ്പ് ഈ സ്മാർട്ട് ഫോണൊക്കെ അത്ര എന്താ പറയുക പോപ്പുലർ ആകുന്നതിന് മുമ്പ് ഇന്റർനെറ്റ് കഫേസിൽ പോയിട്ടായിരുന്നു നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കയറുക. അപ്പോൾ കഫേയുടെ കമ്പ്യൂട്ടറിന്റെ പിറകിൽ കീബോർഡ് കണക്ട് ചെയ്യുന്നതിന്റെ വയറിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇതൊരു റൗട്ടറാണ്, ഒരു മിനി റൗട്ടറാണ്. ഇത് സെറ്റ് ചെയ്ത് വെക്കും. ഇതാണ് ഈ ഹാർഡ്വെയർ കീലോഗർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ അതിനകത്ത് കറക്റ്റ് കോഡ് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏത് പേജിൽ കയറുമ്പോൾ എന്തത് സേവ് ചെയ്യണമെന്ന്. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് കയറി, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക, യൂസർ നെയിം അടിക്കും, പാസ്വേഡ് അടിക്കും, അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കും, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കും. ആ ഇമെയിൽ IDയും പാസ്വേഡും ഈ കീലോഗർ റെക്കോർഡ് ചെയ്ത് വെക്കും. അതാണ് ഈ ഹാർഡ്വെയർ കീലോഗർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ കഫേസിൽ ഇത് പോപ്പുലർ ആയിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസ് ഉള്ളത് കൊണ്ട് ആരും കഫേയിൽ പോയി ഫേസ്ബുക്കിലും ഗൂഗിളിലൊന്നും ജിമെയിലൊന്നും കയറാത്തത് കൊണ്ട് ഇപ്പം അത്ര പോപ്പുലർ അല്ല. അതേപോലെ തന്നെയുള്ള ഒന്നാണ് ഈ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ ഒരു ഷോപ്പിൽ കൊടുത്തെന്ന് വിചാരിക്കുക. നിങ്ങളിത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു നോക്കുന്നില്ലല്ലോ റിപ്പയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ അവർക്കും ഇതുപോലെ ചെറിയ ബാറ്ററി പോലൊരു സാധനം നിങ്ങളുടെ കീബോർഡിനടി സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ട പവറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാറ്ററി ത്രൂ കിട്ടുകയും ചെയ്യും. എല്ലാ ഡാറ്റയും അവർക്ക് മെയിലായിട്ട് പോവുകയും ചെയ്യും. അതാണ് ഈ ഹാർഡ്വെയർ കീലോഗർ. സോഫ്റ്റ്വെയർ കീലോഗർ എന്ന് വെച്ചാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. ഇപ്പം ഗൂഗിളിനകത്ത് തന്നെ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഈ സീലോഗർ, ഗീലോഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. ഒരു ഇന്റർഫേസ് കാണിച്ചു തരാം. ഇതല്ലേ, ഇത് കീലോഗർ പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ഈ പേജ് കാണുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം ഏത് ബ്രൗസറിന്ന് ഏത് സൈറ്റിൽ കയറുമ്പോഴാണ് കീസ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടും. നിങ്ങൾ ഇൻ കേസ് ഫേസ്ബുക്ക് കയറിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് IDയും പാസ്വേഡും മതിയുള്ള ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ. അതാണ് ഈ കീലോഗർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആൻറ്റി കീലോഗേഴ്സും ഉണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. മെയിലിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കണ്ടൻസ് വന്നുകൊണ്ടേയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ പിക്ചർ ഉണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് യൂസർ നെയിം പാസ്വേഡ് അടിക്കുമ്പോൾ സ്ക്രീൻഷോട്ടായി കാണുന്നത്. ഈ ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ടെക്സ്റ്റുമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ആൻറ്റി കീലോഗേഴ്സ് നമ്മുടെ ഗൂഗിളിൻ്റെ അകത്ത് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലകത്ത് കയറിയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസിൽ ആക്റ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കമ്പനിയിലെ സീനിയർ ഓഫീസർമാർ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഈ കീലോഗർ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്.
ഈ ഇപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ കീലോഗർ ആണ് കേട്ടോ. ഹാർഡ്വെയർ കീലോഗർ ഇപ്പം അത്ര പോപ്പുലാരിറ്റിയിൽ ഇല്ല. ഓക്കെ, അത് ഓക്കെ ആണോ? അതെ സാർ. ഓക്കെ, അടുത്തതാണ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ATM കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അടുത്ത് ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ബാറിലൂടെ ഒരാൾ പോയിട്ട് പൈസ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ ഒരു മെഷീൻ്റെ മുകളിൽ പോയിട്ട്. അപ്പോഴേക്ക് ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആഡ്? NFC ചിപ്പുള്ള ആഡ് മതി കേട്ടിട്ടുണ്ടോ? യെസ് സർ. ഡെഫ്കോണിന്റെ ഒരു പരിപാടി കണ്ടിട്ടായിരുന്നു. അതെ, നമ്മളൊന്നും ചെയ്യണ്ട. ആ മെഷീന്റെ മുകളിൽ പോയി കാർഡൊന്ന് കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കോളും. ചിലപ്പോൾ അമ്പിലുണ്ട്. പമ്പിലുണ്ട്. പക്ഷേ ഈ ATM കാർഡിലെ ക്രെഡിറ്റ് കാർഡ് ഫോൺ എന്ന് പറയുന്നത് അങ്ങനെയല്ല. കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടോ? അതിന് കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്കിമ്മേഴ്സ് എന്ന് പറയും. നിങ്ങളിപ്പോൾ ATM-ൽ പോയിട്ട് കാർഡ് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാറില്ലല്ലോ അത് കറക്റ്റ് പോർട്ടലാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന ആ ഒരു ബോക്സ് അത് ബാങ്ക് സെറ്റ് ചെയ്യണം നമുക്ക് ഉറപ്പില്ലല്ലോ. അവിടെ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഫുള്ള് ഈ സ്കിമ്മർ കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മുടെ പിൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബബിൾഗം ക്യാമറയോ അല്ലെങ്കിൽ ചെറിയ ക്യാമറ ഈ മെഷീൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കും. ഇതാണ് ഒരു മെത്തേഡ്. ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയോ? തിരുവനന്തപുരത്ത് രാഷ്ട്രപതി ഭവന്റെ IG ഓഫീസിൻ്റെ അടുത്ത് നടന്ന സംഭവം. 3 റുമേനിയക്കാർ വന്ന് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. മുമ്പൊക്കെ ഈ ATM മെഷീൻസിന്റെ പിറകിലുള്ള വയേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇപ്പം അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ATM സേഫ് അല്ല, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും ബാങ്കിനെതിരെ. ഇപ്പം എല്ലാ ATM-ന്റെ വയേഴ്സൊക്കെ അവർ ഉള്ളോട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബാങ്കിന്റെ പിറകിലുള്ള വയേഴ്സിൽ ഒരു റൗട്ടറിന്റെ വയർ ഉണ്ടാവും, ബാങ്കിലോട്ട് പോകുന്ന റൗട്ടറിന്റെ വയർ. ആ റൗട്ടറിന്റെ വയർ കട്ട് ചെയ്തു. അവിടെ അവരൊരു അഡാപ്റ്റർ സെറ്റ് ചെയ്തു, തിരിച്ച് കണക്ട് ചെയ്തു. പിന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ആ ATM ത്രൂ പൈസ എടുക്കുന്ന എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടേയിരുന്നു. പിന്നീട് കേരള പോലീസ് സൈബർ ഡോം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ ATM നിന്ന് പൈസ എടുക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളൂ. വേറെ ആർക്കും ഇങ്ങനെ ഇൻസിഡന്റ് സംഭവിച്ചിട്ടില്ല. അത് ബേസ് ചെയ്ത് അവർ അന്വേഷിച്ചപ്പോഴാണ് ആ ATM-ന്റെ മെഷീൻസും കാര്യങ്ങളും അനലൈസ് ചെയ്തപ്പോഴാണ് ആ ഒരു റൗട്ടർ അവർക്ക് കിട്ടിയത്. അത് ത്രൂ അവർ അന്വേഷിച്ചപ്പോൾ 2 റുമേനിയക്കാരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ 5 പേരുണ്ടായിരുന്നു, പക്ഷെ 2 പേരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 പേരെ എപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഓക്കെ ആണോ? അതെ സാർ. അതൊക്കെ ഒരു വീഡിയോ കാണിച്ചു തരാം ഈ NFC ചിപ്പിലെ കാണാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ആൾ യൂസ് ചെയ്യുന്ന മെഷീൻസ്. NFC ചിപ്പാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി, ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് ആയി. ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള കാലത്ത് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു ബസ്സിലൂടെ ആ മെഷീൻ വെച്ച് പോയാൽ പോരെ. ജസ്റ്റ് ഒരു കാർഡ് സ്വൈപ്പ് ആയാൽ മതി. നമ്മുടെ പേഴ്സിൻ്റെ അകത്ത് പോലും കാർഡ് ഉണ്ടെങ്കിലും പൈസ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മൾക്ക് അതിൽ എമൗണ്ട് സെറ്റ് ചെയ്ത് നോക്കാം എത്ര പൈസ പോകണം എന്നുള്ള കാര്യം. ഇപ്പോൾ 100 രൂപ സെറ്റ് കഴിഞ്ഞാൽ അത് അങ്ങനെ ആരും മോണിറ്റർ ചെയ്യാറില്ല. കാരണം ഓൾറെഡി SBI ഒക്കെ വല്ലാതെ പൈസ വലിക്കാറുണ്ട് അക്കൗണ്ടിൽ നിന്ന്. നമ്മളങ്ങനെ വിചാരിക്കല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യാൻ മാത്രമേ ആൾ ചെയ്യുന്നത്. ആൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ കാണുന്നവർക്ക്. കറക്റ്റ് ഡാറ്റാസ് അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അടുത്തതാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഫിഷിംഗ് പേജ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതെ സാർ, ഞാൻ ഹോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏതിലാ ചെയ്തേ? ഫസ്റ്റ് NGRockലാണ്, പിന്നെ എൻ്റെ വീട്ടിലത്തെ സെർവറിൽ. ഓക്കെ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താ പറയുക, മുമ്പ് ഈ നമുക്ക് കുറെ വാട്സപ്പിലൊക്കെ ഒരു സംഭവങ്ങൾ വരികയായിരുന്നു. 1 രൂപയ്ക്ക് പെൻഡ്രൈവ് ഫ്ലിപ്കാർട്ടിൽ കിട്ടും, 5 രൂപയ്ക്ക് ഫോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെങ്കിലും ആ സൈറ്റിൽ കയറി ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇമെയിലും പാസ്വേഡും ആരോ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു മെയിൻ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത് ഗേൾസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നല്ലോ കേട്ടോ, കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്, അവർക്ക് പ്രശ്നം പറ്റിയിട്ടുമുണ്ട്. അവർ ഈ ഗൂഗിളിനും ഈ ജിമെയിലിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ സെയിം പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഈ സെയിം പാസ്വേഡ് സെറ്റ് ചെയ്താലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവുക. ഒരു പേജിൽ കൂടെ നിങ്ങളുടെ പാസ്വേഡ് കിട്ടിയാൽ മതി, എല്ലാത്തിലോട്ടും അവർക്ക് ആക്സസ് കിട്ടും.
ഫിഷ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ ഈ പേജ് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വിസിബിൾ ആണോ? കാണാം കാണാം കാണാം. അതെ കാണാം. ഓക്കെ, ഇവിടെ കാണുന്നില്ലേ? ഇൻസ്റ്റാഗ്രാം കൊടുക്കാം, ഫേസ്ബുക്ക് കൊടുക്കാം, സ്നാപ്ചാറ്റ് കൊടുക്കാം, ഗിറ്റബ് കൊടുക്കാം, ഗൂഗിൾ കൊടുക്കാം, ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. അവിടെ ഇൻസ്റ്റാഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാണ്, സെർവർ സ്റ്റാർട്ട് ചെയ്യും. ഈ ടൂളിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് തന്നെ ngrok സെർവർ സ്റ്റാർട്ട് ചെയ്തോളൂ. സെർവറിന് കാര്യങ്ങൾ അത് തന്നെ സെറ്റ് ചെയ്ത് തന്നോളൂ. ഒരു ലിങ്ക് തന്നു. ഇനി ഈ ലിങ്കിൻ്റെ അകത്ത് കയറുമ്പോൾ കണ്ടോ, കണ്ട മോള് കാണിക്കുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാം എന്നാണ്, ടാബിൻ്റെ മുകളിൽ. നിങ്ങൾ ഈ ലോഗിൻ വിൻഡോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗിൻ പേജ് അതേപോലെ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇതൊരു ഫിഷിംഗ് പേജിൻ്റെ എക്സാമ്പിൾ ആണ്. ഈ ലിങ്ക് നിങ്ങൾക്ക് ഈ ഫിഷിംഗ് പേജ് ഒരു പരിധി വരെ ഈ ലിങ്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എന്നിട്ടും ചിലർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ നോർമലി വന്ന ലിങ്ക് ഈ ബിറ്റ്ലി വെച്ചിട്ടുള്ള ലിങ്ക് ആയിരിക്കില്ലേ, bit.ly അല്ലെങ്കിൽ മറ്റെന്താ അങ്ങനെ ടൈനി URL വെച്ചിട്ടുള്ള ലിങ്ക് ആയിരിക്കില്ല എന്നിട്ടുണ്ടാവുക. അതെ അതെ. അതിലോട്ട് ഈ ലിങ്കിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും. കൺവേർട്ട് ചെയ്ത് നമുക്ക് അയച്ചു. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ പേര്, പാസ്വേഡ് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് തോന്നുന്നു. ടെർമിനലോടെ ആ മൾട്ടിപ്ലാറ്റ് യൂസ് ചെയ്യുന്ന കൊണ്ട് തോന്നുന്നത് അപ്പോൾ അവൈലബിൾ ആവുന്നില്ല. കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെർവറിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടാത്തത്? കറക്റ്റ് എനിക്കിവിടെ ടെർമിനലിൽ കാണാൻ പറ്റും. നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഇവിടെ ലോഡ് ചെയ്ത് വരും. ടൈനി കൊടുത്താലോ? യൂട്യൂബിലോട്ടാണ് പോകുന്നത്. അതാണ് ഫിഷിംഗ് എന്ന് പറയണത്. ഒരു സാമ്പിൾ ലോഗിൻ പേജ് നമുക്ക് ഇട്ട് വരും. നമ്മളതിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ യൂസർ നെയിം പാസ്വേഡും മറ്റൊരാൾക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ചാലഞ്ച് കണ്ടില്ലായിരുന്നു ഫോട്ടോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്, ഹിഡൻ ഐ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ചെന്ന് വിചാരിക്കുക, പിന്നീട് ആ ടൂൾ പിന്നീട് നിങ്ങൾ പോകുന്നത് ആ ഫോട്ടോ ലൈക്ക് ചെയ്യാനുള്ള പേജിലോട്ടായിരിക്കും. അങ്ങനെ വരെ സെറ്റ് ചെയ്തേക്കാൻ ടൂൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഗിറ്റബിലുണ്ട്. ഈ ഷെൽഫിഷ് ഇപ്പോൾ പ്രോപ്പറായിട്ട് അത്ര വർക്ക് ചെയ്യുന്നില്ല തോന്നുന്നു. നേരത്തെ ചെയ്തപ്പോൾ കിട്ടി, ഇപ്പോൾ കിട്ടുന്നില്ല, എന്താ അറിയില്ല, കിട്ടുന്നില്ല. ഓക്കെ, സ്നിഫിംഗ് പറയും. നിങ്ങൾ എല്ലാവരും പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്നതാണോ ഗൂഗിളിൻ്റെ ഒക്കെ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാകുന്ന പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്നതാണോ? യൂസ് ചെയ്യണ്ട്. നിങ്ങൾ ആരെങ്കിലും പബ്ലിക് വൈഫൈ യൂസ് ചെയ്തിട്ട് എവിടെയും ലോഗിൻ ചെയ്തിട്ടുണ്ടോ? യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട്? ഫേസ്ബുക്കിലല്ലോ. നമ്പർ അടിച്ചിട്ടല്ലേ? അതെ. നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്യുമോ? ഓക്കെ. ഈ സ്നിഫിംഗ് എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാന്ന് വിചാരിക്കുക. അവിടെ ഒരു ഹാക്കർ ഉണ്ടെങ്കിൽ ആൾക്ക് കറക്റ്റ് കിട്ടും. നിങ്ങൾ എന്താണോ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം, എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കറക്റ്റ് ആക്കി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ HTTPS ആണെങ്കിലോ? HTTPS ആണെങ്കിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ട് എൻക്രിപ്റ്റഡ് ആണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് അതിന്റെ ഡീക്രിപ്ഷൻ കീ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ കിട്ടും. പക്ഷേ ഈ ഗൂഗിളും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ടിന് പ്രത്യേകത ഉണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഹാഷിങ്, സാൾട്ടിങ് എന്നാ പറയുക. സാൾട്ടിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന വിചാരിക്കുക, 1 തൊട്ട് 8 വരെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ഗൂഗിൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കീവേഡ് കൂടെ ആഡ് ചെയ്യും. അതിനെ വലിയൊരു വേർഡ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് ആ വേർഡിനെയാണ് ഗൂഗിൾ ഹാഷ് ചെയ്യുക.
അപ്പോൾ ഒരാൾക്ക് അത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, കുറച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടും. കാരണം ആ കീവേഡ് നമുക്ക് അത്ര പോപ്പുലർ കീവേഡ് ഒന്നും ആയിരിക്കില്ല ഗൂഗിൾ കൊടുക്കുന്നത്. അതാണ് പറയുന്നത്. ഈ ഫേസ്ബുക്കും ജിമെയിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നത് മെയിൻലി ഫിഷിംഗ് ത്രൂ ആണ്. വേറൊരു മെത്തേഡ് കൊണ്ട് അത് പറഞ്ഞുതരാം. ഫിഷിംഗ് മാത്രമല്ല, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് കൂടെ ഉണ്ട്. പക്ഷെ ഒരു സർ, പരിധി വരെ വൈഫൈയില് നമ്മള് VPN യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുമോ? എങ്ങനെ VPN യൂസ് ചെയ്താൽ നിങ്ങൾ ആ റൗട്ടറിലോട്ട് കണക്ട് ആവുന്നില്ലേ? ആ റൗട്ടർ ത്രൂ അല്ലേ കണക്ഷൻ പോകുന്നത്. സ്നിഫിംഗ് എന്താന്ന് വെച്ചാൽ ആ റൗട്ടർ ത്രൂ പോകുന്ന എല്ലാ സിഗ്നൽസും എല്ലാ കീവേഡും എല്ലാ ഫയൽസും നമുക്ക് കാണാൻ പറ്റും. സർ VPN പിന്നെ ഒരു ലെയർ ഓഫ് സെക്യൂരിറ്റി ആഡ് ചെയ്യില്ലേ? എൻക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. SSL സർട്ടിഫിക്കറ്റ് VPN ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പെയ്ഡ് VPN ആണെങ്കിൽ മാത്രമേ പ്രോപ്പർ ആവുള്ളൂ. അതാണ് പെയ്ഡ് VPN യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഫ്രീ VPN ആകുമ്പോൾ പറ്റിയ എന്താണെന്ന് വെച്ചാൽ അവരതിന് വേണ്ടത്ര സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മുടെ IP അവർ സ്വിച്ച് ചെയ്ത് തരും. പക്ഷെ ഒരു VPN ആകുമ്പോൾ സെർവർ സോക്കറ്റ് ലെയർ പോലെ കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ കൊടുക്കണം എന്നാണ്. അത് അവർ പെയ്ഡ് സർവീസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. അതാണ് ഒരു മെയിൻ ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരുപാട് പേരുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നില്ലേ? ഒരു പരിധി വരെ അത് ഫിഷിംഗ് ത്രൂ അല്ലെങ്കിൽ ഇതുപോലുള്ള മെത്തേഡ് ത്രൂ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തോട്ട് കയറിയിട്ടോ അത് ലാസ്റ്റ് പറയാം. എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഫേസ്ബുക്കിനകത്തോട്ട് കയറി നിങ്ങളെ യൂസർ നെയിം പാസ്വേഡ് എടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. കാരണം അവർക്ക് അത്രയും വലിയ സെക്യൂരിറ്റി ടീം, അവർക്ക് 24 മണിക്കൂറും മെൻറ്റർ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അത്ര ഈസി അല്ല. ഇനി സ്പൂഫിംഗ് ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള VPN പോലുള്ള സർവീസ്. നമ്മുടെ IP കംപ്ലീറ്റ്ലി സ്പൂഫ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ഒരു കുഴപ്പമുണ്ട്. നമ്മൾ അപ്പോഴും ഒരു പെയ്ഡ് IP ആണ് യൂസ് ചെയ്യുന്നത്, അല്ല പെയ്ഡ് IP അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ കേസ് നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി തന്നെ വിചാരിക്കാം. നമ്മൾ ഈ പ്രോക്സി ഉപയോഗിച്ച് എന്തെങ്കിലും സൈബർ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോക്സി സർവീസ് പ്രോക്സി പ്രൊവൈഡ് ചെയ്ത ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആൾ കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കും. ഫ്രീ ആണെങ്കിൽ. പെയ്ഡ് ആണെങ്കിൽ അത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റ് ആയിരിക്കും, അവർ കൊടുക്കില്ല. കൊടുത്തിട്ടും കാര്യമില്ല. അതാണ് ഈ ഫ്രീ പ്രോക്സിയും പെയ്ഡ് പ്രോക്സിയും തമ്മിലുള്ള വ്യത്യാസം. സെക്യൂർ അല്ലേ? ടോർ സെക്യൂർ ആണ്. ടോറിന്റെ പറയാം. ടോറിന് എക്സ്ട്രാ സെക്യൂരിറ്റി അവർ കൊടുക്കുന്നുണ്ടല്ലോ. ടോറിന്റെ വരുന്നുണ്ട്. ഈ സ്പൂഫിംഗ് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ IP സ്പൂഫ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു IP ത്രൂ ആണല്ലോ. അത് സ്പൂഫ് ചെയ്ത് മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു റീജിയണിൽ IP ആക്കി കഴിഞ്ഞാൽ പിടിക്കപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, പോസിബിൾ ആണ്. അടുത്താണ് കോൾ സ്പൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കോൾ സ്പൂഫിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറിൽ നിന്ന് സ്പൂഫ് ചെയ്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, ഗൂഗിളിനകത്ത് പ്ലേ സ്റ്റോറിനകത്ത് തന്നെ സെക്കൻഡ് ലൈൻ, ടെക്സ്റ്റ് നൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആപ്സ് ഉണ്ട് നമ്മളെ കോൾ സ്പൂഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെ ത്രൂ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ സ്പൂഫ് ചെയ്യപ്പെടും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ടെക്സ്റ്റ് നൗ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 7-8 മിനിറ്റ് മാത്രമേ അങ്ങനെ തരുന്നുള്ളൂ. പിന്നെ അവർ പേയ്മെന്റ് ചോദിക്കുന്നുണ്ട്. അതാണ് ഈ കോൾ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഈ സ്പീഡ് പോകുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറയുകയാണ്. അതുപോലെ തന്നെ ഈ വാട്സാപ്പ് നമ്പർ സ്പൂഫിങ്ങും അതേ സെയിം എന്താ പറയുക ആപ്പിലെ നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വാട്സാപ്പ് അക്കൗണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വാട്സപ്പ് ഈ നമ്പേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അത്ര ഇൻഫർമേഷൻസ് കിട്ടാറില്ല. എന്താ പറയുക, വാട്സാപ്പ് നമ്മൾ ഈ നമ്പർ കൊടുക്കുമ്പോൾ വിർച്വൽ നമ്പർ എന്നാ പറയുക. ഈ വിർച്വൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ വാട്സാപ്പ് കാണിക്കും ഇത് വിർച്വൽ നമ്പർ ആണ്, ഈ നമ്പറിൽ വാട്സാപ്പ് എടുക്കാൻ പറ്റാതെ അവർ കാണിക്കും. മാപ്പ് സ്പൂഫിംഗ് കുറച്ച് പറയാനുണ്ടാവും. SQL ഇൻജക്ഷൻ, ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് ആണ്. SQL ഇൻജക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ സാർ, കേട്ടിട്ടുണ്ട്. SQL ഇൻജക്ഷൻ പ്രത്യേകത ഉണ്ട്. എന്താ SQL ഇൻജക്ഷൻ ക്ലിയർ ആയിട്ടില്ല സാർ. ഓക്കെ. നിങ്ങൾ SQL ഇൻജക്ഷൻ കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത് കേരള സൈബർ വാരിയേഴ്സ് മേനാ ഗാന്ധിയുടെ അക്കൗണ്ട് DPS കണ്ടിട്ടുണ്ടോ? മലപ്പുറത്തിന്റെ ഇഷ്യൂവിന്റെ പേരിൽ അവർ ഈ SQL യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. SQL എന്താ സിംപിളി പറഞ്ഞുതരാം. ഒരു വെബ്സൈറ്റ്, നിങ്ങൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് അറിയാലോ അല്ലേ? വെബ്സൈറ്റിന്റെ ഡാറ്റാ ബേസിനകത്ത് നമുക്ക് നേരിട്ട് ആക്സസ് കിട്ടുന്നതാണ് SQL ഇൻജക്ഷൻ എന്ന് പറയുന്നത്. SQL ഇൻജക്ഷൻ ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ ഡാറ്റാബേസ് MySQL അല്ലെ SQL സെർവർ ആണെങ്കിൽ നമുക്കൊരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നേരെ ഡാറ്റാബേസിന്റെ എന്താ പറയുക വെബ് അഡ്മിന്റെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം.
അപ്പോൾ പാകിസ്ഥാൻ സൈറ്റിൽ ഡാറ്റാബേസ് കയറിയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. എവിടെ ഇരുന്നു? ഓക്കെ, DBS അല്ല. ഓക്കെ, നിങ്ങളിത് കാണുന്നുണ്ടോ സ്ക്രീന്? കാണാം. യൂസർ നെയിം താഴെ ടേബിൾസിനകത്ത് അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ കാണുന്നുണ്ടോ? ഈ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്നത് വെബ് അഡ്മിന്റെ യൂസർ നെയിം പാസ്വേഡ് ആണ്. ഇത് അവരുടെ സി പാനലിന്റെ അകത്തോട്ട് പോയിട്ട് ഈ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ സി പാനൽ കിട്ടും. വെബ്സൈറ്റിന്റെ സി പാനൽ പറയുന്ന അവരുടെ മെയിൻ കണ്ടന്റ് ഉള്ള പാർട്ടാണ്. എനിക്ക് അവിടെ പോയിട്ട് സൈറ്റ് ഡീഫൈസ് ചെയ്യാം, സൈറ്റിലെ കണ്ടന്റ് എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഈ SQL ഇൻജക്ഷൻ എന്ന് പറഞ്ഞത്. അത്രയും ഹൈ റിസ്ക് ഉള്ള ഇഷ്യൂ ആണ്. പക്ഷെ മെയിൻ നമ്മുടെ കേരളത്തിലെ 3 യൂണിവേഴ്സിറ്റി ഇല്ലേ, KTU ഉണ്ട്, കുസാറ്റ് ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, കണ്ണൂരുണ്ട്. പക്ഷെ കണ്ണൂരിൽ ആ ഇഷ്യൂ ഇല്ല. കേരളത്തിലെ 3 യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഈ സംഭവം പോസിബിൾ ആണ്. കുസാറ്റിൽ പോസിബിൾ ആണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോസിബിൾ ആണ്, MGയുടെ സൈറ്റിലും പോസിബിൾ ആണ്. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രത്യേകത നിങ്ങൾക്ക് നേരിട്ട് ആ ലിങ്ക് കിട്ടില്ല. ഇപ്പൊ SQL ഓരോ ലിങ്കിനകത്താണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത ആ ലിങ്ക് കിട്ടില്ല. ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ അകത്ത് കയറാൻ നിങ്ങളുടെ റിസൾട്ട് വരെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാൾ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട്. അറ്റൻഡൻസ് എഡിറ്റ് ചെയ്തു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട്. അപ്പോ ആളുടെ ക്ലാസ് ടീച്ചർക്ക് മനസ്സിലായി, കാരണം ആൾക്ക് അറിയായിരുന്നു അറ്റൻഡൻസ് കുറവായതുകൊണ്ട്. എക്സാമിന് സെമ്മോട്ടായി പോയ ആളായിരുന്നു. പക്ഷെ ആളിങ്ങനെ ചെയ്തു, അറ്റൻഡൻസ് കൂട്ടിയിട്ടു, ഹാൾ ടിക്കറ്റ് വന്നു. അപ്പോൾ ആള് പ്രശ്നമാക്കി, യൂണിവേഴ്സിറ്റി സൈറ്റ് ലെറ്റർ അയച്ചു. അപ്പോൾ 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ ഇത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ക്യാൻസൽ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ലീഗൽ ഫോർമാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ആള് എന്തായി, നമ്മുടെ ലീഗൽ ഫോർമാറ്റിലോട്ട് പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു റെഡ് മാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജയിലിന് കിടക്കേണ്ടി വരും. നമ്മുടെ ജീവിതം അവിടെ തീർന്നു ഏകദേശം. പിന്നെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം പോലും എഴുതാൻ പറ്റില്ല. അപ്പൊ ആളിപ്പോ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി. ആളിപ്പോ ഖത്തറിലാണ്. ഞങ്ങളെ ആപ്പിന്റെ ഖത്തർ ബ്രാഞ്ചിന്റെ സൈബർ സെക്യൂരിറ്റി ചീഫ് സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്. ആളാണ് യൂണിവേഴ്സിറ്റി സൈറ്റിലെ ഇഷ്യൂ കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. ഇത് തിരുവനന്തപുരത്തുള്ളൊരു ടെക്സ്റ്റൈൽസിന്റെ ബാക്ക് എൻഡ് ആണ്. അഡ്മിൻ ഇത് ഈ പാസ്വേഡ് എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡാ. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ ഡീക്രിപ്റ്റ് ചെയ്യാനൊക്കെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇതിപ്പോ കാണിക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. നിങ്ങളുടെ 1 hour സെഷൻ അപ്പോഴത്തേക്ക് പ്രശ്നമാവും. അടുത്താണ് ക്രോസ് ഹാഷ്ഡ് ആണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അടുത്ത മെത്തേഡ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്ന 3ാമത്തെ മെത്തേഡാണ് ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സ്പിൻ വീൽ പോലുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സ്പിൻ വീൽ മാത്രം വേണ്ട. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ ഗേൾസ് പോപ്പുലർ ചെയ്യുന്ന കാണാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളില്ലേ, അതുപോലെ ലിങ്ക്സ് ഷെയർ ചെയ്തിട്ട് നമ്മളോട് ചെയ്യാൻ പറയണേ. അതൊക്കെ ഈ ടൈപ്പ് വെബ്സൈറ്റ് ആണ്. അതെന്താണ് ചെയ്യുന്നത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ അകത്ത് ലോഗിൻ ആൻഡ് പാസ്വേഡിന്റെ അകത്ത് പോയാൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? എന്റെ മെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനും പറ്റും. ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യാനും പറ്റും. അതാണ് ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ സ്പിൻ വീലാണെങ്കിൽ നിങ്ങളത് കാര്യമാക്കാതെ സ്പിൻ ചെയ്യും. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ കുക്കീസിൻ്റെ അകത്ത് തൊട്ട് കയറിയിട്ട് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് എടുത്തുകൊണ്ട് പോകും. ഇവിടെ എൻ്റെ 3 അക്കൗണ്ട്സ് കണ്ടില്ല. ബക്രോളിലെ ദോസിലെ ഹാക്കർ1ലെ 3ലെയും പാസ്വേഡ് പ്ലെയിൻ ടെക്സ്റ്റ് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും, കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ചെയ്യാനും പറ്റും. ഇതാണ് ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് നിങ്ങളുടെ വെബ്സൈറ്റ് വരുന്നുണ്ട്.
നിങ്ങളെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, നിങ്ങളെ ഫ്രണ്ട്സ് തൊട്ട് മിക്ക ആൾക്കാരും ഷെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്പിൻ ചെയ്ത മൊബൈൽ ഫോൺ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ലീക്കായി പോകും. സാറേ കുക്കീസ് പീരിയോഡിക്കലി ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻസ് കുക്കീസ് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ. കുക്കീസ് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. എന്താ ഇപ്പോ അല്ല സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ഇപ്പോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോയിട്ട് ക്ലിയർ ചെയ്യണം. ഇവിടെ റിമൂവ് ഓപ്ഷൻ കാണില്ല. നിങ്ങൾ അങ്ങനെ റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഫയർഫോക്സിന്റെ പാസ്വേഡ് പോയി പോലെ പോയി പോവും. ഓർത്ത് വെക്കണം. ഓക്കെ. ഒരിക്കലും എന്താ പറയാ, നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള ക്രോം ആയിക്കോട്ടെ, ഏത് ബ്രൗസർ ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങളുടെ പാസ്വേഡ് സേവ് ചെയ്യാതിരിക്കുക. നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതൊക്കെ ഇപ്പൊ നിങ്ങൾ സോങ് ഡൗൺലോഡ് ചെയ്യാൻ സൈറ്റിൽ കയറി കുറെ പോപ്പ് ആഡ്സ് വരാറില്ലേ? അതെ സാർ. അതൊക്കെ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ്. അത് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ കുക്കീസ് എടുത്തുകൊണ്ട് പോകാനുള്ള കോഡ് അതിന്റെ ബാക്കിൽ വർക്ക് ആകുന്നുണ്ടാവും. നമ്മളതൊന്നും അറിയാതെ നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു വിൻഡോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഒരു സ്പിൻ വീലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും. അതവർ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷന് വേണ്ടി ചെയ്തു വെച്ചാണ്, നിങ്ങളൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളത് എത്ര സമയം ആ സൈറ്റിൽ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എത്ര സമയം ആ ഒരു ടാബിൽ നിൽക്കുന്നത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളത് പിന്നെ ഇപ്പോൾ സ്പിൻ വീലാണെങ്കിൽ പിന്നെ സ്പിൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താ ചാലഞ്ച് ആണെങ്കിൽ പിന്നെ ഇൻഫർമേഷൻ ആഡ് കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത്രയും സമയം അയാൾക്ക് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. മെയിനായിട്ട് കുക്കീസിനാണ് അത് ബാധിക്കുന്നത്. കുക്കീസ് എടുത്തുകൊണ്ട് നമ്മുടെ കുക്കീസിനകത്താണ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവുന്നത്. കുക്കീസ് കിട്ടിയാൽ മതിയല്ലോ. സാറേ അപ്പൊ ഇങ്ങനെ ഇൻസിഡൻസ് കുറെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് സ്പിൻ ചെയ്തിട്ട് കുറെ പേര് ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കിപ്പോ എന്റെ യൂസർ നെയിം പാസ്വേഡ് കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാവരുടെയും കിട്ടിയെന്ന് വിചാരിക്കുക. ഇതൊക്കെ വിൽക്കാൻ പറ്റും. ഇത്രയും യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വിൽക്കാൻ പറ്റും ഡാർക്ക് വെബിൽ. അത് വാങ്ങാൻ ആളുണ്ടാവോ? വാങ്ങാനും ആൾക്കാരുണ്ട്. ഇത് വിൽക്കാനും ആൾക്കാരുണ്ട്, വാങ്ങാനും ആൾക്കാരുണ്ട്. ആണ് പറയണത്. എന്താ പറയാ, ഈ ഒരു സമയത്ത് ഇതുപോലെ അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സൈബർ അറ്റാക്സ്. അതേപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ഇപ്പോൾ ലോക്ക്ഡൌൺ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ടെക്നോഗ്രഫി കുറച്ച് പറയാം. ഓക്കെ, ഡാർക്ക് വെബിലോട്ട് വരാം. ആരെങ്കിലും ഡാർക്ക് വെബ് കയറിയിട്ടുണ്ടോ? അതെ സാർ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ ഈ സർഫേസ് വെബ്, നമ്മളിപ്പോ കാണുന്ന ഈ ഗൂഗിള്, ഫേസ്ബുക്ക്, ജിമെയിൽ, യാഹു, ഇതൊക്കെയാണ് ഈ സർഫേസ് വെബ് എന്ന് പറയണത്. അത് ശരിക്കും നമ്മുടെ എന്താ പറയാ, ഒരു 4% മാത്രമാണ് ഈ സർഫേസ് നമ്മൾ കണ്ട വെബ്സൈറ്റ്. നമ്മൾ കാണാത്ത വെബ്സൈറ്റ് ഇഷ്ടംപോലെ ഒരുപാട് ബാക്കിയുണ്ടെങ്കിലും നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സർഫേസ് വെബിലാണ്. ഈ ഗൂഗിളൊക്കെ ഉള്ള സർഫേസ് വെബിലാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ 4% നമ്മൾ ഇനിയും കാണാത്ത ഇഷ്ടംപോലെ വെബ്സൈറ്റ് ബാക്കിയുണ്ട്. അതിന് താഴെയുള്ള ഒന്നാണ് ഈ ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. പലർക്കും ഒരു സംശയമുണ്ട്, ഈ ഡീപ്പ് വെബും ഡാർക്ക് വെബും ഒന്നല്ലേ എന്നുള്ളത്. ശരിക്കും ഒന്നല്ല. നിങ്ങളിപ്പോ ഈ ഫേസ്ബുക്കിന്റെ അകത്ത് പാസ്വേഡ്സ് കൊടുക്കാറില്ലേ? ഈ ഫേസ്ബുക്ക് അവിടെ പാസ്വേഡ് എവിടെയാ സേവ് ചെയ്യുന്നതെന്ന് അറിയോ? എവിടെയാ? ആ ഫേസ്ബുക്കിന് തന്നെ ഡീപ്പ് വെബ് ആക്സസ് ഉണ്ട്. അവരുടെ ഡീപ്പ് വെബ് ആക്സസിനാണ് അവിടെ സേവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുറമേ ഒരാൾക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലുള്ള മെഡിക്കൽ റെക്കോർഡ്സ്, ഇന്ത്യയുടെ അടക്കം പല രഹസ്യ രേഖകളിലും മിലിറ്ററിയെ പറ്റിയൊക്കെ ഉള്ളത്, അതൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന ഡീപ്പ് വെബിൻ്റെ അകത്താണ്. എന്താന്ന് വെച്ചാൽ പുറമേ ഒരാൾ ഇതെടുക്കാൻ പാടില്ല, എടുത്താൽ ഇത് കിട്ടാൻ പാടില്ല. അത്രയും സീക്രട്ട് ഡീപ്പ് വെബ് കീപ്പ് ചെയ്യുക. ഈ ഡീപ്പ് വെബിലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഡ്രഗ്സ് വിൽക്കുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫർമേഷൻ വിൽക്കുന്നത്, ഗൺസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിറ്റ്മാനെ ഹയർ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റും. കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഇതാണ് ടോർ ബ്രൗസർ എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ ഹിഡൻ ബിക്കി എന്ന് പറയുന്ന സർഫേസ് വെബിലെ ഒരു ബ്രൗസറാണ്. ഞാനിപ്പോൾ നോർമൽ സർഫേസ് വെബിലെ ടോർ ഉപയോഗിച്ച് കയറുകയാണെങ്കിൽ പോലും അവരെനിക്ക് നിങ്ങൾ കാണുന്നുണ്ടോ 3 IPs ഇവിടെ? ഫ്രാൻസ്, റഷ്യ, നെതർലൻഡ്സ്. എൻ്റെ ബ്രൗസർ കേട്ടോ ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നത്. എൻ്റെ ബ്രൗസർ വിട്ട് കഴിഞ്ഞാൽ ഫ്രാൻസിലെ IP-ലോട്ട് പോകും,
അത് കഴിഞ്ഞ് റഷ്യയിൽ ഐ പിയിലോട്ട് പോകും, അത് കഴിഞ്ഞ് നെതർലൻഡ്സിൽ ഐ പിയിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ സൈറ്റിൽ എത്തിയിരിക്കുന്നത്. 3 ടണൽ കണക്ഷനാണ് നമുക്ക് ടോർ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ വെച്ചാൽ നമ്മൾ ഡീപ്പ് വെബിൽ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ആ ഐ പിസ് രണ്ട് ഫ്രാൻസ് വന്നു, ഒരു ഇറാൻ വന്നു, 3 റിലേ ഐ പി കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. ആർക്കെങ്കിലും പിടിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പിടിക്കാൻ പറ്റും, പക്ഷെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇത് 3 ഇത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഇത് 3 ഡാർക്ക് വെബ് സൈറ്റാണ് ഈ കാണുന്നത്. ഇത് യൂക്ക് ഫേക്ക് പാസ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് ഡ്രഗ്സ് സെല് ചെയ്യുന്നത്, ഇത് ഗൺസ് സെല് ചെയ്യുന്നത്. ഒരു സൈറ്റ് കൂടെ ഉണ്ടായിരുന്നത് ഇപ്പൊ കിട്ടുന്നില്ല. ഇത് ആപ്പിളിന്റെ ഐഫോൺ സെല് ചെയ്യുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ ഡ്രഗ്സ് നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുറലോകം കാണില്ല. അത്രയും വലിയൊരു ക്രൈമാണ്. സൈബർ ക്രൈമിന്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ ഒരു ക്രൈം കൂടെ ചെയ്യുന്നത്. അത്രയും വലിയ ഇഷ്യൂ ആണത്. മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഡ്രഗ്സ് എങ്ങനെ നമ്മളെ കയ്യിലെത്തുക? അവർക്ക് എന്താ പറയുക, നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ മാഫിയസിന്റെ പിറകിലുണ്ട് തന്നെ. അവര് അവർക്ക് സ്മേർഫ്സ് ഉണ്ട് നാട്ടിലൊക്കെ, അവര് ചെയിന് വരെ കൊണ്ടു കൊടുക്കുക. സ്മേർഫ്സ് ഇതിന് വേണ്ടിട്ട് കുറെ ആൾക്കാരുണ്ടാവും അല്ലേ? ആൾക്കാരുണ്ട്, നമുക്ക് അറിയില്ല. കാരണം പോലീസ് പിടിക്കൂല, അവരെ പോലീസ് പിടിക്കൂല. ഞാൻ കാണിച്ചു തന്നില്ലേ ഈ 3-6 ഐ പി സർക്യൂട്ട്. ഒരാളെ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്ത്യയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൈബർ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിക്കേണ്ടി ഒരു കോർട്ട് ഓർഡർ വേണം. ഞാൻ ഇന്ന സൈബർ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവ് കാണിച്ചുകൊണ്ട് ആ കോർട്ട് ഓർഡർ കാണിച്ചാൽ മാത്രമേ കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ നേറ്റീവ് പ്ലേസിലെ കോർട്ട് ഓർഡർ വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും 6 ടണൽ ഐ പി ത്രൂ വരുന്ന കണക്ഷൻസ് ഇവരെങ്ങനെയാ പിടിക്കുക എന്നുള്ളത്. ഇപ്പൊ അവർ ഇറാനിലോട്ട് പോയാൽ അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പൊ ഇറാനത്തെ ഈ ഐ പിയുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഇറാനിലെ സെൻട്രൽ മിനിസ്ട്രിക്ക് റിക്വസ്റ്റ് Sir, you are mute. Sir, എവിടെ വോയിസ് ഓഫ് ആക്കിയോ? ഓക്കെ, ജസ്റ്റ് മ്യൂട്ടായി പോയിണ്ടായിരുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് അറിയേണ്ട. ഓക്കെ, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോ ഇന്ത്യത്തെ ഒരാൾ സൈബർ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ആളെ പിടിക്കണമെങ്കിൽ ഒരു കോർട്ട് ഓർഡർ അത്യാവശ്യമാണ്. ആളുടെ നേറ്റീവ് പ്ലേസിലെ കോർട്ടോ അത് ഇഷ്യൂ ചെയ്യണം, വാറണ്ട് ഇഷ്യൂ ചെയ്യണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ ഇന്ന് സൈബർ ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും തെളിവും ഒക്കെ കാണിച്ചുകൊണ്ട് പിടിക്കണം. അതിനൊരു കോർട്ട് ഓർഡർ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 3 ഐ പിയിലെ ഇപ്പോൾ ഇറാനിലെ ഐ പി കിട്ടുന്ന വിചാരിക്കാം. ഇറാനിലെ ഹോം ഓഫ് മിനിസ്ട്രിയിൽ പോയിട്ട് അവരെ അപ്രൂവ് ചെയ്യണം. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് റിക്വസ്റ്റ് ചെയ്യണം ഈ ഐ പി ഡീറ്റെയിൽസ് വേണമെന്ന്. അപ്പൊ അവരതിന് റെസ്പോൺസ് അയച്ച് ഡീറ്റെയിൽസ് അയച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതന്നെ മിനിമം 2 വർഷം എടുക്കും. അത്രയും വലിയ ക്രൈമാണെങ്കിൽ അവർ ഫാസ്റ്റ് ആക്കുള്ളൂ, അല്ലെങ്കിൽ അത്രയും സ്ലോ ആയിരിക്കും അത്. അടുത്താണ് അപ്പോൾ അവർക്ക് എന്താ കിട്ടുക? ഫ്രാൻസിലെ ഐ പി ആണ് കിട്ടുക. ഫ്രാൻസിന് അവർ ഇതേ കാര്യം തന്നെ ചെയ്യണം. ഫ്രാൻസിലെ ഹോം ഓഫ് മിനിസ്ട്രിക്ക് റിക്വസ്റ്റ് ചെയ്യണം, അവരുടെ റെസ്പോൺസ് വേണം, ഡീറ്റെയിൽസ് കിട്ടണം. എന്നിട്ട് ഫ്രാൻസിലെ ആൾക്കാർ അന്വേഷിച്ച് ഈ ഐ പി ആരാണ് പ്രൊവൈഡ് ചെയ്ത ആളുടെ അടുത്ത് പോയിട്ട് ഡീറ്റെയിൽസ് എടുക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 6 ടണൽ ഐ പി ത്തെ കണക്ഷൻ കിട്ടുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കുന്നു? ഒരു രാജ്യത്ത് പോയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ മിനിമം 2 വർഷം എടുക്കും. അപ്പൊ ഈ 6 ഐ പി തരുമ്പോൾ, അതുപോലെ തന്നെ ഈ 3 റിലേ ഐ പി എന്ന് പറയുന്നത് നമുക്ക് ടോർ കാണിച്ചു തരുന്ന പോലും ഇല്ല. ടോറിന് മാത്രം അറിയാവുന്ന ഐ പീസ് ആണ് 3 എണ്ണം. എന്നാലും ചോദിക്കേ, പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഒരുപാട് സമയം എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും പിടിക്കാൻ. ക്ലിയറാണോ? ഓക്കെ.
ഇനി അടുത്തതാണ് ഇനി വരുന്ന ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആൻഡ്രോയിഡ് ഹാക്കിംഗ് എന്ന് പറയണേ. ഇവിടെ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എന്താ പറയുക, ഇതൊരു ആപ്പാണ്, ഇത് നിങ്ങൾ പുറത്ത് പറയാതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ആപ്പ് ത്രൂ ഈ മലപ്പുറത്ത് ഈ അടുത്ത് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നിട്ടുണ്ട് ഈ ഒരു ആപ്പിന്റെ ഇഷ്യൂ. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്പ് ചോദിക്കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതിപ്പോ ഒരാൾ ഇപ്പൊ എന്റെ ഫോണിന്റെ അകത്ത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇമാജിൻ ചെയ്യാം. ഫസ്റ്റ് ആൾക്ക് കിട്ടുന്ന ഒരു ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് നിങ്ങൾ ഈ ടൈൽസ് കാണുന്നുണ്ടോ? ഓൺലൈൻ സ്റ്റാറ്റസ്, ബാറ്ററി, ലൊക്കേഷൻ, SMS, MMS, കോൾസ്, ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ 3 SMS കാണുന്നില്ല, അതെന്താണെന്നറിയോ? ഇല്ല, അറിയില്ല. ഇത് എന്റെ ഫോണിലേക്ക് വന്നിട്ട് ഞാൻ റീഡ് ചെയ്ത മെസ്സേജ് അല്ല. ഇത് എന്റെ ഫോണിലേക്ക് വന്നിട്ട് ആരാണോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എന്നെ വാച്ച് ചെയ്യുന്ന ആള് റീഡ് ചെയ്യാത്ത 3 മെസ്സേജാണ് ഈ കാണിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ എനിക്ക് എന്റെ ഫോണാണ് നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടാവും കിട്ടിയ പോലെ തന്നെ. പക്ഷേ ഈ എന്നെ മോണിറ്റർ ചെയ്യുന്ന ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്ന ആൾ റീഡ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അതാണ് ഈ കാണുന്ന 3 SMS. അതിനകത്ത് നമ്മൾ കോൾസ് ക്ലിക്ക് ചെയ്തോ, SMS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഏത് നമ്പറിൽ നിന്ന് എന്ത് SMS ആണ് വന്നിട്ടുള്ളതെന്ന് കറക്റ്റ് കാണാൻ പറ്റും. അതും ഏത് ലൊക്കേഷൻ എന്നാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ എൻ്റെ ലൊക്കേഷനാണ്, ഏത് ഫോണിലാണ് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ കോൾസും. കണ്ടോ, മിസ്ഡ് കോൾ ആണെങ്കിൽ മിസ്ഡ് കോൾ എന്ന് കാണിക്കും. ഇൻകം ഔട്ട് ഗോയിങ് കോൾ എടുത്ത് നിങ്ങളൊരു പ്ലേ ബട്ടൺ കാണുന്നുണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ കോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ തമ്മിൽ സംസാരിച്ചത് നമുക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റും. ഇതുപോലെ കേൾക്കാൻ പറ്റും. അടുത്ത ഓപ്ഷനാണ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ്റെ കാരണം ലൊക്കേഷൻ എഴുതി കാണിക്കുകയും ചെയ്യും. ഈ ലൊക്കേഷൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണോ ഉള്ളത്, ഞങ്ങളത് ചെയ്തപ്പോൾ ആപ്പിൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലുള്ള കറക്റ്റ് അവിടെ കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് ആളിരിക്കുന്നത് എന്നുള്ളത്. ഇത്രയും കിട്ടുമെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സ്, നിങ്ങളുടെ ഫോൺ ഏതൊക്കെ ആപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റന്റ് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, ഇതൊക്കെ കാണിച്ചു തരാം. അടുത്താണ് പിക്ചേഴ്സ്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള പിക്ചേഴ്സാണ് ഈ കാണുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആരാണോ അല്ലെങ്കിൽ ഏത് ഫോണിലാണോ ആ ഫോണിൻ്റെ അകത്തുള്ള പിക്ചേഴ്സ് കറക്റ്റ് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ്. ഇവിടെ എന്താ ബ്ലർ ചെയ്ത് ഇത് ആപ്പിൻ്റെ പേരാണ്, ഇത് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഏതൊക്കെ ആപ്പ് ഈ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതും കാണാൻ പറ്റും. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനും പറ്റും. ആ ആപ്പ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ശ്രമിച്ചാലും ആ ആപ്പ് പിന്നെ ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. സാറേ അത് ഇല്ലീഗൽ അല്ലേ? ഇത് ഫുള്ള് ഇല്ലീഗൽ അല്ല, നമ്മൾ ചെയ്യുന്ന ഇല്ലീഗലാണ്. പക്ഷെ ഈ ആപ്പ് ഇല്ലീഗൽ ആയിട്ടില്ല. ഈ ആപ്പ് ഇപ്പോഴും ലീഗലാണ്. നമ്മളിപ്പോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ഒരാളെ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ലീഗലാണ്. പക്ഷെ ഈ ആപ്പ് എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ആവാത്തതെന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് നിങ്ങൾ അവരുടെ സ്റ്റാഫിനെ വാച്ച് ചെയ്യാൻ ഈ ആപ്പ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ 18 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരന്റൽ കൺട്രോളിന്റെ പേരിൽ രക്ഷിതാക്കൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ആപ്പ് ഈ ആപ്പ് റിലീസ് ചെയ്ത ആൾക്കാർ പറയുന്നത് അവർ പാരന്റൽ കൺട്രോളിങ്ങിന് റിലീസ് ചെയ്ത ആപ്പാണ് അവർ പറയുന്നത്. പക്ഷെ 90% യൂസും അതിനു വേണ്ടിയല്ല. അപ്പൊ അതെങ്ങനെയാ ഇത് ബാൻ ചെയ്യാൻ പറ്റുക? നമ്മുടെ ഫോണ് കയ്യിൽ കിട്ടാതെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പറയാം, അതിൽ കുറെ വഴികളുണ്ട്, അത് പറയാം. ഇങ്ങനെയാണ് ആൾക്കാരുടെ കയ്യിലേക്ക് നമ്മുടെ ഫോൺ പോകുന്നതെന്നുള്ളത്. എങ്ങനെ അല്ല, ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഹാറ്റ് അല്ലേ? ഒരു ഫോൺ ഹാക്ക് ചെയ്ത ആളുടെ ഇൻഫർമേഷൻ എടുക്കുക എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ലാതെ നമുക്ക് ഒരു കമ്പനിയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ എത്ര ഫോൺ ഹാക്ക് ചെയ്യേണ്ടി വന്ന ഒരു കമ്പനി നമുക്ക് ജോലി എടുത്തില്ല. അതൊക്കെ പേഴ്സണൽ ഇന്റൻഷൻ അല്ലേ?
അപ്പോൾ ഇത് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് വരിക. അടുത്തതാണ് നമ്മൾ ആപ്സ് യൂസ് ചെയ്യുക സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ ഏതൊക്കെ ആപ്പ് എത്ര സമയം യൂസ് ചെയ്യുന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഈ 3 hour 40 minutes യൂസ് ചെയ്യുന്ന വാട്സപ്പാണ് അതിൻ്റെ എംബ്ലോയുടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഓരോ കളർ ഏത് ആപ്പിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതുള്ളത്. ഇതിലെ മെയിൻ കാര്യം ഇതൊന്നും അല്ലാതെ വരുന്നേ ഉള്ളൂ. ഇത് ഇതെന്താ പറയുക, കോണ്ടാക്ട് ലിസ്റ്റ്. ഇത്ര എടുക്കുമെങ്കിൽ കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കാമല്ലോ. ഇത് നമ്മൾ ബ്രൗസർ ഏതാണോ ക്രോമിൽ ത്രൂ കയറിയിരിക്കുന്ന വെബ്സൈറ്റ് ഇതാണ്ടോ, ബ്രൗസർ ഏതാണ് കാണുന്നുണ്ട്, ആ ബ്രൗസർ ത്രൂ കയറിയിരിക്കുന്ന വെബ്സൈറ്റ് ഏതാ സൈറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട് എന്ന്. ഇതൊക്കെ ആപ്പ് എടുത്തുകൊണ്ട് പോകും. ഇത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക കീബോർഡിലേക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാറില്ലേ ക്ലിപ്പ് ബോർഡിലോട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട്, അതുപോലും ഇവിടെ എടുക്കുന്നുണ്ട്. പക്ഷെ മെയിൻ കാര്യം ഇതാ. ഓക്കെ, ഇതാണ് നിങ്ങൾ ചോദിക്കാറില്ലേ ഇപ്പോൾ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുള്ള. നോർമലി വാട്സപ്പ് എന്താ പറയുക ടെക്നിക്കലി അവരെ ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോഡ് ആപ്ലിക്കേഷൻസ് ആയിരിക്കണം. ഈ അടുത്തുള്ള സംഭവം അത് തന്നെയാണ്. മെയിൻലി അത് സംഭവിച്ചിരിക്കുന്ന മോഡ് ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ടേക്ക് സ്ക്രീൻഷോട്ട് എവരിന്ന് കാണുന്നില്ലേ, ഇതെനിക്ക് 5 സെക്കൻഡ് സെറ്റ് ചെയ്യാം, 2 hour സെറ്റ് ചെയ്യാം, 1 hour സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഓരോ മിനിറ്റ് വയസ്സ് അല്ലെ ഓരോ 10 സെക്കൻഡ് ഗ്യാപ്പിൽ സ്ക്രീൻഷോട്ട് പോകാനുള്ള സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആൾക്ക് അയച്ചുകൊണ്ടേയിരിക്കും. അതവിടെ കാണാനും പറ്റും. അത് നമുക്ക് അറിയാൻ പറ്റൂലേ, സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പറ്റില്ല, അതല്ല ഈ ആപ്പിന്റെ പ്രത്യേകത. ഈ ആപ്പ് നമുക്കൊരു എന്താ പറയുക, ഈ ആപ്പ് ഇൻസ്റ്റാൾഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒരു ചെറിയ മെത്തേഡ്സ് ഉണ്ട്, മനസ്സിലാകുന്ന രീതികളുണ്ട്, അത് പറഞ്ഞുതരാം. ഇത് മെസ്സേജിൽ വന്ന മെസ്സേജാണ്. പറഞ്ഞോളൂ. ഈ ആപ്പ് പെയ്ഡ് ആണോ അപ്പം? ഇപ്പോൾ പെയ്ഡ് ആണ്. കറന്റ് അവർ പേയ്മെന്റ് ആക്കിയിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 7000 രൂപ പെയ്ഡ് ആക്കിയിട്ടുണ്ട്. അത് തന്നെ 7000 രൂപ ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് എത്ര ഫോൺസിൽ വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ഫോണിൽ മാത്രമല്ല, എത്ര ഫോണിൽ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത് കണ്ടില്ലേ, ഇത് മെസ്സഞ്ചറിലെ മെസ്സേജസ് ആണ്. ഇതാണ് വാട്സപ്പിൽ വരുന്ന മെസ്സേജ്. ഇങ്ങനെയും കാണാൻ പറ്റും. വാട്സപ്പിലെ മെസ്സേജ് ഇൻകമിംഗ് ആയിട്ട് ഇൻകമിംഗ്, ഔട്ട് ഗോയിങ് ആയിട്ട് ഇങ്ങനെയും കാണാൻ പറ്റും. ഇത് ഗ്രൂപ്പാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഈ ആപ്പ് എത്തിച്ചു കൊടുക്കും. ഇത് തേർഡ് പാർട്ടി ആപ്പാണ്. ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗ്യാരണ്ടി പോലും പറയാൻ പറ്റില്ല നമ്മുടെ ഫോൺ പിന്നെ ഈ വെബ്സൈറ്റിലെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കണ്ടന്റ് റീഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഇതാണ് മെയിൻ കാര്യം. ഇവിടെ നിങ്ങൾ ലൈവ് വ്യൂയിങ് കാണുന്നുണ്ടോ? ഇതാണ് ഒരുപാട് പേരെ ബാധിച്ചിട്ടുള്ള ഇഷ്യൂ ആണ് ഈ ലൈവ് വ്യൂയിങ്, ലൈവ് ഓഡിയോ റെക്കോർഡിംഗ്, ലൈവ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ വീഡിയോ കൊടുത്ത് ഏത് ക്യാമറ വേണമെന്ന് കൊടുത്ത് സൗണ്ട് വേണോ സൗണ്ട് വേണ്ടേ അതും കൊടുക്കാം. ഇൻവിസിബിൾ മോഡ് ആക്കാം, വിസിബിൾ മോഡ് ആക്കാം. വിസിബിൾ മോഡ് ആക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവും ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ട് എന്ന്. ഇൻവിസിബിൾ മോഡിലാക്കി വെച്ചാൽ ആള് പിന്നെ ക്യാമറ എടുക്കുമ്പോൾ മാത്രമേ അത് ക്യാമറ ഓഫ് ആവുള്ളൂ. അത്രയും നേരം ക്യാമറ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കിയേ, ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക, നമ്മുടെ ഫോൺ പോക്കറ്റിലാണ് ഇമാജിൻ ചെയ്യുക, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് കാണിച്ചു തരാം. കണ്ടില്ലേ, 19 സെക്കൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്താൽ ഇങ്ങനെ കറക്റ്റ് വീഡിയോ കിട്ടും. ഇൻ കേസ് വീഡിയോ ഇല്ല ഓഡിയോ മാത്രം മതിയെങ്കിൽ ഓഡിയോ മാത്രമായിട്ടും കിട്ടും. നമുക്ക് എന്തും റെക്കോർഡ് ചെയ്യാം, ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാം. അടുത്താണ് സ്ക്രീൻഷോട്ട് എന്ന് പറയണത്. ഇത്രയും പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ ത്രൂ വന്ന കണ്ടന്റ്സ് ഒക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ ഇത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ തൊട്ട് ഇൻസ്റ്റാൾ ആവുക എന്നുള്ളത്. കേൾക്കുന്നില്ലേ? ഓക്കെ, പറഞ്ഞുതരാം. നിങ്ങൾ ഈ അടുത്തൊരു ഇൻസിഡന്റ് കേട്ടിട്ടുണ്ടായിരുന്നോ? ഈ ഇടുക്കി ജില്ലയിൽ ഒരാളുടെ ഫോൺ, പള്ളിയിലത്തിന്റെ ഫോണിൽ ഡാറ്റാസ് ലീക്ക് ആയിട്ടുള്ള. അതെങ്ങനെയാണെന്ന് അറിയോ? അത് ആള് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഒരു പ്രശ്നം പറ്റിയപ്പോ മൊബൈൽ ഷോപ്പിൽ കൊടുത്തതായിരുന്നു. അവിടുത്തെ ആൾക്കാർ അത് ബാക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ എല്ലാ മൊബൈൽ ഷോപ്പുകാരെ എടുത്ത് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
നമ്മളെ ഫോണിന് ഒരു കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി. ഒരു ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാൻ എത്ര ടൈം എടുക്കുന്നത്? 20 മിനിറ്റ് മതി. ഒരു ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാൻ 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കൊണ്ട് ഡിസ്പ്ലേ മാറ്റിയിട്ടിട്ട് അതിന്റെ മുകളിൽ ബുക്ക് എടുത്ത് വെക്കണം. ഒരു ഡിസ്പ്ലേക്ക് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്പ്ലേ സെറ്റായി കഴിഞ്ഞു. അതിനാണ് ഈ മൊബൈൽ ഷോപ്പ് 2 ദിവസം 3 ദിവസം ഒക്കെ പറയാറുള്ളത്. എല്ലാവരും പറയുന്നില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർ 2-3 ദിവസം എന്തിനാ പറയുന്നത് വെച്ചാൽ, നിങ്ങളെ ഫോൺ കൊടുത്ത് പോയി, നിങ്ങൾ ഫോൺ വാങ്ങിയ അന്ന് മുതൽ ആളുടെ കയ്യിൽ ഫോൺ കൊടുത്ത ഡേറ്റ് വരെയുള്ള ഡാറ്റാസ് ഫോണിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും, ഡിലീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും. ഈസി ആയിട്ട് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഗൂഗിളിലുണ്ട്. പെയ്ഡ് ആയിട്ടുണ്ട്, ഫ്രീ ആയിട്ടുണ്ട്. അതൊരു കേസ്. ഫാക്ടറി റീസെറ്റ് ചെയ്താലും കിട്ടും. പക്ഷെ ഇപ്പൊ ഒരു പുതിയ ഇത് പറഞ്ഞെന്താന്ന് വെച്ചാല്, നമ്മൾ 8 തവണ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 8 തവണ ഫോൺ മെമ്മറി ഫുള്ളാക്കുക, റീസ്റ്റോർ ചെയ്യുക, ഫുള്ളാക്കുക, റീസ്റ്റോർ ചെയ്യുക. അങ്ങനെ 8 തവണ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നാളെ ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങിയത് 10 തവണ ആക്കിയാലോ കിട്ടുമല്ലോ. നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഇക്കാര്യത്തിൽ പറയാൻ പറ്റില്ല. സാറേ ഫുള്ള് സീറോ ഫ്ലഷ് ചെയ്താലോ ചെയ്താലും കിട്ടും. കാരണം നമ്മൾ ചില ഫോണിന്റെ അകത്ത് റീസൈക്കിൾ ബിൻ ഉണ്ട്. മെയിനായിട്ട് സാംസങ്ങിന്റെ അകത്ത് ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ ചെയ്താലും ആ റീസൈക്കിൾ ബിന്നിലെ ഡാറ്റ എന്താ പറയുക ഡിലീറ്റ് ആയി പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ നോക്കിയ സാംസങ് ഫോണിന്റെ അകത്ത് തന്നെ ഞങ്ങളിപ്പോൾ 1-2 തവണ റീസ്റ്റോർ ചെയ്ത് നോക്കിയിട്ടും ഡാറ്റാസ് എവിടെയും പോയിട്ടില്ല. അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, നമ്മൾ ഒരു വട്ടം ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് അടുത്ത ഡേറ്റ് വേറെ ഡേറ്റ് ആഡ് ചെയ്തിട്ട് അത് റീസെറ്റ് ചെയ്ത് വേറെ ഡേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ആഡ് ചെയ്ത ഡേറ്റ് ആണ് കാണിക്കുന്നത് എന്ന് ഒരു സംഭവം കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയർ ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പൊ കറന്റ്ലി ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ബാക്കപ്പ് ചെയ്യുന്നത്. അതിന് 8 തവണ ബാക്കപ്പ് ചെയ്ത ഡാറ്റാസ് കിട്ടില്ല. പക്ഷെ 7 തവണ ആക്കിയ ഡാറ്റാസ് കിട്ടും. ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോണിന്റെ OS തന്നെ മാറ്റിക്കളഞ്ഞ ഒരു പരിധി വരെ എല്ലാ ഡാറ്റസും ക്ലിയർ ചെയ്ത് പോകും. ആ റീസൈക്കിൾ ബിന്ന് വരെ പോകും, OS വരെ കളഞ്ഞാല്. അപ്പൊ ഈ സാംസങ്ങിന്റെ അതുള്ള റീസൈക്കിൾ ബിന്നില്ലേ, അത് പോവും. റീസൈക്കിൾ ബിന്നൊന്നും നമ്മൾ ആ ഫയൽ ഡിലീറ്റ് ആക്കിയതോ പിന്നെ കിട്ടില്ല. ഓക്കെ ഓക്കെ. റീസൈക്കിൾ ബിന്ന് കിട്ടണമെങ്കിൽ ബാക്കപ്പ് ചെയ്യണം, എന്നാലേ അവർ കാണിച്ചു തരുള്ളൂ എവിടെയാണ് ഈ ലൊക്കേഷൻ കിട്ടില്ല കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. പിന്നെ അതിപ്പോ ഞാൻ പറഞ്ഞ ഈ ഫോൺ ബാക്കപ്പ് ചെയ്യുന്ന കാര്യം മാത്രമല്ലേ, ഈ ആപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൊബൈൽ ഷോപ്പുകാർക്ക് ഇതും ചെയ്ത്, മൊബൈൽ ഷോപ്പറിന് എല്ലാവരും പറയുന്നില്ല കേട്ടോ, ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഇത് ചെയ്തു വെക്കാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ 5 മിനിറ്റ് മതി. നിങ്ങൾ ആക്സസിബിലിറ്റി പോവുക, പെർമിഷൻസ് കൊടുക്കുക, വീഡിയോ ഓഡിയോ എല്ലാ പെർമിഷൻസും, സ്റ്റോറേജ് എല്ലാ പെർമിഷൻസും കൊടുത്തു കഴിഞ്ഞ് ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫേക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്യാൻ യാൻഡെക്സ് മെയിൽ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ മെയിൽ സർവീസ് എക്സ്ട്രാ വേറെയും ഉണ്ട്. ഇതിനകത്തൊക്കെ കയറി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടാനാണ്? അല്ല, നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മുടെ ഫോണിൽ നമ്മൾ പറഞ്ഞുതരാം. ഈ ആപ്പ് നമ്മുടെ ഫോണിൻ്റെ അകത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോപ്പപ്പ് ആഡ്സ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫോൺ അൺകണ്ടീഷണൽ ആയിട്ട് ഹീറ്റ് ആവും. ആപ്പായിട്ട് കാണാൻ പറ്റും. ഇത് വൈഫൈ എന്ന് പറഞ്ഞാണ്. ഇത് നമ്മുടെ സിസ്റ്റം ആപ്സ് ഇല്ലേ, ക്യാമറ സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്ത ആൾക്ക് മാത്രം. ആള് സെറ്റ് വെച്ചൊരു 5 ഡിജിറ്റ് കോഡ് ഉണ്ടാവും. *# തുടങ്ങി *# അവസാനിക്കുന്ന ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മളെ ഡയൽ പാഡിൽ പോയി കൊടുത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക പോലും ചെയ്യുള്ളൂ. ആ കോഡ് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്ത ആൾക്ക് മാത്രമേ അറിയുള്ളൂ. സാർ ഈ ഇഷ്യൂ ആൻഡ്രോയിഡിൽ മാത്രമാണല്ലോ, iOS-ലൊക്കെ ഐഫോണിലില്ല. കാരണം അതുകൊണ്ടാണ് എല്ലാവരും ഐഫോൺ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ഐഫോണിന് നേർക്കും ഇപ്പം അറ്റാക്ക് കൂടി വരുന്നുണ്ട്. ഐഫോണിൽ ഈ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ്രോയിഡിൽ മാത്രം ഇത്രയും കാലത്ത് പോസിബിൾ ആയിട്ടില്ല. ഐഫോണിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, നാളെ റിലീസ് ചെയ്താൽ അതും പറ്റും. കാരണം ഈ ഹാക്കേഴ്സ് എപ്പോഴും ഒരു സ്റ്റെപ്പ് മുമ്പിലാണ്. അവരെന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ അത് അറിയോ പോലും ഉള്ളൂ. ഈ അടുത്ത് നിങ്ങൾ സ്കാൻ ഇഷ്യൂ കേട്ടിട്ടില്ലേ? ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഒരു ആപ്പ് തന്നെ
മാൽവെയർ ഉണ്ടായിട്ട് 3 മില്യൺ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പായിരുന്നു അത് പ്ലേ സ്റ്റോർ തിരിച്ചറിയുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാ ഇത്രയും കാലം അതിൽ മാൽവെയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതാണ് പറയുന്നത്, അവരെപ്പോഴും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പൊ എത്രയും ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? സാറേ ഇല്ല സാറേ, ക്ലിയർ ആയി. നേരത്തെ ആരാ OSINT ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ സാർ, ഞാനാണ്. ആ OSINT എന്താന്ന് വെച്ചാല് അവരുടെ കയ്യിൽ എല്ലാ കണ്ടന്റ്സും അവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഡാർക്ക് വെബിൽ കണ്ട കാര്യങ്ങൾ വരല്ലേ, അതുവരെ OSINT കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അവരൊരു ഹാക്കിംഗ് കമ്മ്യൂണിറ്റി അല്ല. അവരെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് അവർ മേട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾക്കിപ്പോ അറിയാത്ത ഇൻഫർമേഷൻസ് ഇല്ലേ, ഒരു വെബ്സൈറ്റിനെ പറ്റി അല്ലെങ്കിൽ ഡാർക്ക് വെബിലെ കണ്ടന്റ്സിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനു വേണ്ടിയാണ് അവർ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഡാറ്റാസ് കൊടുക്കുന്നത്. അവർ പറയുന്നു ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് പറയണു. പക്ഷെ അതൊരു കമ്മ്യൂണിറ്റിയാണ് അവര്. പക്ഷെ അതിലും ആൾക്കാരുണ്ട്, ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നവരും ഇല്ലീഗൽ ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പൊ OSINT സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഡാറ്റാസ് കാണാൻ പറ്റും, വെബ് ഡൊമൈൻസ് കാണാൻ പറ്റും. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനകത്ത്? OSINT ഞാനൊരു ടൂള് കോൺട്രിബ്യൂട്ട് ചെയ്തേനെ, ഷെർലക് എന്ന് പറഞ്ഞിട്ട്. ആ, അവരുടെ ഇഷ്ടംപോലെ ഉണ്ട് അവരുടെ കയ്യില്. അതെ അതെ, ഓരോ GitHub-ലുണ്ട്. അത് ശരിക്കും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഞാൻ കമ്മ്യൂണിറ്റി ആക്സസ് ചെയ്തിട്ടൊന്നുമില്ല. ഹാക്കഡ് ആണെങ്കിൽ ഈ നമ്മുടെ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാക്ക് ചെയ്യാണ്ട് ഇപ്പൊ നിങ്ങൾ 2-factor authentication എനേബിൾ ചെയ്ത് വെച്ചാൽ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിന്റെ അകത്തോട്ട് ഒരു കോഡ് വരും, ആ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ അതിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതിപ്പോ വാട്സാപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇല്ലേ, അത് നിങ്ങളുടെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാമറ നമ്മൾ കൈവച്ച് നോക്കിയാൽ മതി. കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ആവും, നിങ്ങളുടെ ക്യാമറയും ഹീറ്റ് ആവും, നമ്മൾ സംസാരിക്കുന്ന ചെവി വെക്കുന്ന ഭാഗവും ഹീറ്റ് ആവും. ഓക്കെ, നമ്മളിപ്പോ കേട്ടില്ല. ഇപ്പൊ നമ്മുടെ ഫോണിന്റെ അകത്ത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഹീറ്റ് ആവും. പിന്നെ നമ്മുടെ ഈ ഫോണിന്റെ ഇയർപീസ് ഇല്ലേ, ഇയർപീസ് ഹീറ്റ് ആവും. ഫോണിന്റെ എന്താ പറയുക, അത്രയും കാലമുള്ള രീതിയിലല്ല പിന്നെ ഫോൺ ബിഹേവ് ചെയ്യുക, കുറച്ച് അൺകണ്ടീഷണൽ ആവും. ചാർജ് പെട്ടെന്ന് കൺസ്യൂം ചെയ്യും, അങ്ങനെ കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അത്രയും നമുക്ക് എന്താ പറയുക, ഇത്രയും അപ്പൊ സാർ ഈ പബ്ജി എല്ലാം കളിക്കുമ്പോ ക്യാമറ ഹീറ്റ് ആവാറുണ്ട്. പബ്ജി കളിക്കുമ്പോ ഡിവൈസ് യൂസ് ചെയ്യുന്നേ, ഏതാ ഫോൺ യൂസ് ചെയ്യുന്നേ? സാംസങ് പൊതുവെ ഹീറ്റ് ആവാറുണ്ട്. എന്നാലും ഒന്നും എന്താ പറയാ, ഒരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ, ആന്റി സ്പൈ മൊബൈൽ എന്ന് പറയണേ, അതൊട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഈ 2-factor authentication ഓൺ ആണെങ്കിൽ, ഈ 2-factor authentication ഓൺ ആണെങ്കിൽ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഒന്നുകിൽ ആള് ലൈവ് വ്യൂയിങ്ങിൽ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒരു ആപ്പ് ത്രൂ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും ആൾക്ക് നേരിട്ട് ഇപ്പൊ വാട്സാപ്പിനകത്തോട്ട് കയറിയിട്ട് കിട്ടില്ല. കാരണം വാട്സാപ്പ് എൻക്രിപ്റ്റഡ് ആന്റി സ്പൈ മൊബൈൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിനകത്ത് കാണാം. അതിനൊരു ഫ്രീ വേർഷൻ ഉണ്ട്, പെയ്ഡ് വേർഷൻ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഫ്രീ വേർഷൻ വെച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിനകത്ത് ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾഡ് ആണ്, ഏതൊക്കെ ആപ്പ് നമ്മുടെ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാറുണ്ട് നോക്കിയല്ലേ. ഓക്കെ, താങ്ക് യു. സാറ് CTF കളിക്കാറുണ്ടോ? വാട്സാപ്പിൽ അവരെ മെസ്സേജസ് ഒക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്, അപ്പൊ അത് ആപ്ലിക്കബിൾ ആവില്ല ഇങ്ങനെയാണ്. ആപ്ലിക്കബിൾ ആവും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെങ്കിലും ഈ ഒരു ആപ്പ് നമ്മളുടെ എല്ലാ പെർമിഷനും എടുക്കുന്നുണ്ട്. എല്ലാ പെർമിഷനും ആപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ, ആ പ്ലെയിൻ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് എൻക്രിപ്ഷൻ ആക്റ്റീവ് ആവുള്ളൂ. സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ ഡാറ്റയും തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഫോണ് ഹാങ് ആകാതെ
ക്ഷമിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ക്ലിയർ ആയില്ല. ഫോൺ ഹാക്ക് ആകാതെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെത്തേഡാണോ? ഹാങ് ആകാതെ. ഹാങ് ആവാതെ വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ റാം ഇല്ലേ ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളെ പ്രൊസസർ ഏതാ? സാംസങ്ങിന്റെ സ്നാപ്ഡ്രാഗൺ ആണോ? സ്നാപ്ഡ്രാഗൺ പൊതുവെ ഹാങ് ആവാറില്ല. ഞാന് സാംസങ്ങിന്റെ ഗ്രാൻഡ് പ്രൈം അതാ ഉപയോഗിക്കുന്നത്. ഓ, സാംസങ്ങിന്റെ സാംസങ്ങിന്റെ ഫോൺസ് ഒരു പരിധി വരെ ഹാങ് ആവാറുണ്ട്. അത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. സാംസങ്ങിന് പ്രശ്നം ഉണ്ടാവാറുണ്ട്. നമുക്ക് ആ ഇപ്പോഴുള്ള ഹാങ്ങിനൊന്ന് കുറയ്ക്കാൻ പറ്റും. അതെന്താ പറയാ, റാം ക്ലീൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ക്ലീൻ മാസ്റ്റർ ചെയ്ത് വെക്കരുത്. ക്ലീൻ മാസ്റ്റർ വൾണറബിൾ ആണ്. അതന്നെ എന്താ പറയാ, ബഗ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഫോൺ അതിന് ഡൗൺ ചെയ്യാറുണ്ട്. സാറ് CTF വിളിക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ, ഞങ്ങള് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു CTF ഉണ്ട്, സാറ് വെൽക്കം ചെയ്യുന്നുണ്ട്. ഏതാണ്? ഡിസ്കോർഡിനകത്താണ് ഇപ്പം ഈവിൾ CTF എന്ന് പറഞ്ഞിട്ടാ. ആ, ഈവിൾ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. സൈബർ ഡോം ബാക്ക് എൻഡ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. സാറ് ഇൻവൈറ്റ് ചെയ്യാം. കുറെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതെ. ഓ, വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാറ് അതുപോലെ ഈ സൈബർ സെക്യൂരിറ്റിയുടെ കോളേജസിന്റെ പറ്റി ഒന്ന് പറയുമോ? കോളേജിനെ പറ്റിയുള്ള കോഴ്സിനെ പറ്റിയാണോ? അതായത് ഈ സൈബർ സെക്യൂരിറ്റി മാത്രമുള്ള ഈ ബാച്ച് കോഴ്സസ് സൈബർ സെക്യൂരിറ്റി അതൊക്കെ എടുക്കുന്നത് നല്ലതാണോ? സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ കോഴ്സിന്റെ അകത്ത് പെൻട്രേഷൻ ടെസ്റ്റിംഗ് സെപ്പറേറ്റ് പഠിപ്പിക്കുന്നില്ല. എംടെക്കിന്റെ അകത്ത് അത് നിങ്ങൾ വേറെ തന്നെ എടുത്ത് പഠിക്കണം. നിങ്ങൾ കുറെ തിയറീസ് പഠിക്കും. എന്താണ് ഈ ആപ്പിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പെർഫോം ചെയ്യുന്ന കാര്യത്തിനെ പറ്റി കുറെ തിയറീസ് പഠിക്കും. പക്ഷെ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യാറില്ല. നിങ്ങൾ പ്രൊഫഷണൽ ലെവലെത്തി മാത്രമേ ടൂൾസ് യൂസ് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ DIT പോലുള്ള കോളേജുകളിൽ ഇപ്പൊ ഈ സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി വിത്ത് ഡിജിറ്റൽ ഫോറൻസിക്, ഇങ്ങനെയുള്ള 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് എടുക്കുന്ന ഇങ്ങനെയുള്ള കോഴ്സുകൾ, ഈ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ മാസ്റ്റേഴ്സും ഉണ്ടോ? മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എംടെക്കാണ് മെയിൻ ആയിട്ട് കൂടുതൽ മാസ്റ്റേഴ്സ് പറയണേ. എംടെക്കിനകത്ത് ഈ സൈബർ സെക്യൂരിറ്റി മാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് CH ഇഷ്ടംപോലെ ഇത് കോഴ്സസ് ഉണ്ട്. അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ സെക്കോപ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അനലിസ്റ്റ് ഫീൽഡിലോട്ട് പോകുമ്പോൾ എംടെക് മാത്രം ഉണ്ടായാലും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്ക് ഫീൽഡിനെ പറ്റിയൊരു അറിവുണ്ടാവില്ല. എന്തൊക്കെ ടൂൾസ് ആണ് കാര്യങ്ങൾ വലിയ ഐഡിയ ഉണ്ടാവില്ല. അതെ, ഫോണ് എന്താ പറയുക, സ്വിച്ച് ഓഫ് ആയിട്ടും ഹീറ്റ് ആവുകയാണെങ്കിൽ അതിൽ ഇതുപോലുള്ള ഏതോ ഒരു തേർഡ് പാർട്ടി ആപ്പ് റണ്ണിങ് ആണെന്നാണ് മീനിങ്. ഒന്ന് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്? സർ, ഡിലീറ്റ് ചെയ്തത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്റ്റോറേജ് യൂസ് ചെയ്യില്ല ശരിക്കും? നമ്മുടെ എല്ലാ ഫോണിനകത്തൊരു ബാക്കപ്പ് സ്റ്റോറേജ് ഉണ്ടാവും. നമ്മുടെ സാധാ സ്റ്റോറേജ് മാത്രമല്ല, സ്റ്റോറേജ് യൂസ് ചെയ്യും. അപ്പൊ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്റ്റോറേജ് കിട്ടൂലേ ശരിക്കും? കിട്ടും. പക്ഷെ എന്നാലും അവിടെ നമ്മൾ എന്താ പറയാ, കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള ഒരു % ഉള്ള ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഫോൺ റൂട്ട് ചെയ്യാൻ പാടില്ല. ആന്റി സ്പൈ മൊബൈൽ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലെ സിമ്പിളുള്ള സ്പൈ നേജ് ഒരു ആപ്പ് കാണാൻ പറ്റും. അതിനകത്താണ് നോക്കേണ്ടത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മാത്രം മതി, നിങ്ങളുടെ ഫോണിനകത്ത് ഈ ഒരു ആപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
സാർ ബിഗിനേഴ്സിന് സൈബർ സെക്യൂരിറ്റിനെ പറ്റി എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ കോഴ്സ് ബിഗിനേഴ്സിന് പറ്റിയതാണ്. ഞങ്ങൾ വെച്ചാൽ ഈ ഫീൽഡിനെ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രോഗ്രാമിംഗ് അറിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫുൾ കമാൻഡ്സ് ആണ്, ലിനക്സ് കമാൻഡ്സ് ആണ്. പിന്നെ കുറച്ച് ടൂൾസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ബഗ് ബൗണ്ടി പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാറുണ്ട്. അവരൊന്നും പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നേ ഇല്ല. എല്ലാം ലിനക്സിന്റെ കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാളി ലിനക്സ്, പാരറ്റ് OS, ടെയിൽസ് അല്ല, ആർച്ച് ലിനക്സ് 3 OS ഉണ്ട്. ഈ 3 OSലാണ് നമ്മൾ മെയിനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ 3 OSലും നമുക്ക് വേണ്ട ടൂൾസ് ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ. മൊബൈല് ഒരു സെക്കൻഡ്. സാർ ഒരു കാര്യം കൂടെ, പറഞ്ഞോളൂ. ഇതേപോലത്തെ ആപ്പോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിങ്ങോ സ്പൂഫിങ്ങോ സ്നിഫിങ്ങോ അങ്ങനെ ഒന്നും അല്ലാതെ വേറെ ഏതെങ്കിലും വഴി കൂടെ ഡേറ്റാസ് നമുക്ക് എടുക്കാൻ പറ്റുമോ, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? വേറെ ലീഗ് എന്താ പറയാ, വേറൊരു ആപ്സ് ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെത്തേഡ് ത്രൂ അല്ലാതെ വേറെ വഴി കൂടെ പറ്റില്ല. ലീഗൽ ശരിക്കും പറ്റില്ല. പക്ഷെ നമ്മളുടെ ഡാറ്റ എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന ഒരു ആപ്പ് ഉണ്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത്. ഏതാണെന്നറിയോ? ഗൂഗിൾ ആണ്. റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു എനിക്ക്. അത് ഇപ്പൊ പ്ലേ സ്റ്റോറിൽ കാണുന്നില്ല. ഐ തിങ്ക് നമ്പറാണ്. ഓക്കെ, നമ്പർ ചെയ്യുന്നുണ്ട് 8606. ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഗൂഗിൾ നിങ്ങളോട് റിവ്യൂ ചോദിക്കും ആ സ്ഥലത്തിനെ പറ്റി. ലൊക്കേഷൻ ബേസ് ചെയ്ത് ചോദിക്കും. നിങ്ങളിപ്പോ എന്താ പറയുക, ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ റെസ്പോണ്ട് ചെയ്യാറില്ലേ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്ന സമയം മാത്രമല്ല, 24 hours അവർ നിങ്ങളുടെ മൈക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോൾ മാത്രമേ അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം. എപ്പോഴും എന്താ പറയാ, നമ്മുടെ ലൊക്കേഷൻസ്, ഈ അമേരിക്കയിൽ ട്രംപ് ജയിച്ചതിനെ പറ്റി ഒരു എന്താ പറയുക ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ആരെയും കണ്ടിട്ടുണ്ടോ? ദ ഗ്രേറ്റ് ഹാക്ക് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട് അമേരിക്കയിൽ ട്രംപ് ജയിക്കാൻ കാരണം ഫേസ്ബുക്ക് ത്രൂ അവർ നടത്തിയ ഒരു ക്യാമ്പയിനിങ് ആണ്. അതിനുവേണ്ടി ഫേസ്ബുക്ക് ചെയ്തെന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കാർക്ക് വേണ്ടി ഒരു സർവേ ഇട്ട് കൊടുത്തു ഫേസ്ബുക്കിലോട്ട്. എന്നിട്ട് അവരുടെ സ്വഭാവങ്ങളും അവരുടെ ഏത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ട്രംപിന് അനുകൂലമാക്കി മാറ്റിയിട്ടുള്ള പോസ്റ്റുകളും കണ്ടന്റ്സും ഡെയിലി അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്ത് തന്നെ ചെയ്തു ഫേസ്ബുക്ക് ത്രൂ. അതിനെപ്പറ്റി നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ കറക്റ്റായി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ളത്. ദ ഗ്രേറ്റ് ഹാക്ക് എന്ന സീരീസിന്റെ പേര്. സീരീസ് എല്ലാം ഡോക്യുമെന്ററിയാണ്. ഒന്ന് കണ്ടു നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. എന്നുവെച്ചാൽ അത്രയും സോഷ്യൽ മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ ഡേറ്റാസ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളെ ക്യാരക്ടർ അവരും അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഇരുമ്പുതുറൈ ഫിലിം ഉണ്ടോ? ഇരുമ്പുതുറൈ ഫിലിം ഉണ്ടോ? ഇരുമ്പുതുറൈ തമിഴിലെ. അതിൽ പറയുന്നില്ലേ, നിങ്ങളുടെ വോട്ട് ആർക്ക് പോകണമെന്ന് വരെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ വോട്ട് ഏത് പാർട്ടിക്ക് പോകണമെന്ന് വരെ ഈ മെത്തേഡ് ത്രൂ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. സാറേ പക്ഷെ അത് ഇന്ത്യയിൽ നടക്കൂലല്ലോ അല്ലേ? ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്യാരക്ടേഴ്സ് അവർ എപ്പോഴും അനലൈസ് ചെയ്യുന്നുണ്ട്. ഈവൻ മെസ്സഞ്ചർ പോലും നമ്മളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി അവരെന്നോട് ഒരു കാര്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. മെസ്സഞ്ചർ. ഓക്കെ, ഇതല്ല, ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ജ്യൂസ് ജാക്കിങ്, കാണുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇത് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ?
സർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, വിട്ടുപോയാണ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടോ? ഫേസ്ബുക്ക് തേർഡ് പാർട്ടി സർവീസിന് വേണ്ടി ഒരു കോൺട്രാക്ട് കൊടുത്താണ് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെസ്സഞ്ചർ ത്രൂ. അത്രയും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ നമുക്കെല്ലാ സർവീസും ഫ്രീ ആയിട്ടാണ് വരുന്നത്. ഈ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതിനു വേണ്ടി അവർ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഡേറ്റാസ്. സാറേ അതുപോലെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. ഇനി അടുത്ത് എനിക്കൊരു പുതിയ കോഴ്സ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കുന്നതാണ് നല്ലത്? ഡിപ്പെൻഡ്. സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റിന്റെ സൈബർ സെക്യൂരിറ്റി എടുത്തോ. അല്ല, ഇപ്പൊ നമുക്ക് സൈബർ സെക്യൂരിറ്റി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം മിക്ക കോളേജിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെടുക്കുന്നതാണോ നല്ല, അതോ നമ്മളിപ്പോ സാധാ ഈ പ്രൊഫഷണൽ കോഴ്സ് പറയുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കുന്നതാണോ നല്ലത്? ഏതായാലും കുഴപ്പമില്ല. ഈ സൈബർ സെക്യൂരിറ്റി പഠിക്കണമെങ്കിൽ ഒരു M.Tech അല്ലെങ്കിൽ ഇപ്പോൾ B.Techലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾ മെയിൻ കോഴ്സ് മാത്രമല്ല സബ് കോഴ്സ് കൂടെ പഠിക്കണം. കാരണം നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാര്യം ഇപ്പം മെയിനായിട്ടുള്ള കോഴ്സിനകത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് പഠിക്കുന്ന കോഴ്സിൻ്റെ അകത്ത് ഒരിക്കലും ഒരു വെബ്സൈറ്റ് അങ്ങനെ അറ്റാക്ക് ചെയ്ത് പഠിക്കാന്ന് പഠിപ്പിക്കുന്നില്ല. ഇതിലൊക്കെ പല കുറച്ച് തിയറീസും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവർ വേറെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന അതല്ലല്ലോ. ഓക്കെ, അപ്പോഴേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. നല്ലതാണ്. അത് പഠിക്കുന്നത് എങ്ങനെയാ? നല്ലതാണ്. നല്ലതാണ്. ഇനിയിപ്പോ എന്താണ് ഈ അടുത്ത് എഡ്യൂറൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡ് ടോപ്പ് 10 കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ഉള്ള AI ആണ്. ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരാൻ പോകുന്നത് ഇപ്പൊ കൊറോണ എല്ലാം കഴിഞ്ഞാൽ. സെക്കൻഡ് സൈബർ സെക്യൂരിറ്റി ആണ്. ഓക്കെ, അപ്പോഴേ ഇപ്പൊ നമ്മൾ സാധാ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എടുത്താല്, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്താല് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ ഒരു മേഖലയിൽ പോകാൻ പറ്റുമോ? പറ്റും. M.Techൽ അല്ലെങ്കിൽ M.Techൽ എടുക്കുകയിൽ പോകാൻ പറ്റും. നമ്മൾ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ AI സെപ്പറേറ്റ്ലി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഒരു 1 year 2 year ഉണ്ട്. എന്താണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതെടുത്ത് എടുത്ത് പഠിച്ചാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ ഇൻഫോ ലൊക്കേഷൻ നമ്മുടെ കറണ്ട് പ്ലേസ് തന്നെ കാണിക്കുന്നു. അല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ ലൊക്കേഷൻ നമ്മുടെ കറണ്ട് പ്ലേസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അവർ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം എപ്പോഴും. നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റോറേജും ക്യാമറയും കൊടുക്കേണ്ടി വരും. ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നമ്മൾ കോളേജിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തുണ്ടോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഏത് കോളേജിലാണ് ബെസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതെന്നുള്ളതല്ലേ, ഒന്ന് അന്വേഷിച്ച് നോക്കും. അല്ല, പഠിപ്പിക്കുന്നതിന്റെ അല്ല, നമ്മളിപ്പം ഏതൊരു കോളേജ് എടുത്താലും എന്തെങ്കിലും ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലും അതിന്റെ സർട്ടിഫിക്കേഷനിലോ അഫിലിയേഷനിലോ അങ്ങനെ എന്തെങ്കിലും? അഫിലിയേഷനിലും സർട്ടിഫിക്കേഷനിലും നിങ്ങൾ ഇപ്പോൾ B.Tech എടുത്താലും M.Tech എടുത്താലും കുഴപ്പമില്ല. അവിടെ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ്. പ്രൊഫഷണലി നിങ്ങൾ ഒരു ഫീൽഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ആണത്. പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമായിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് ഞാനിപ്പോ B.Tech കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു ഫീൽഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് വർക്ക് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാവണം. ആ ഐഡിയ ഉള്ള ആൾക്കൊരു എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ അതിന്റെ കൂടെ ഒരു കോഴ്സ് കൂടെ AI എന്താ ചെയ്യേണ്ടത് കറക്റ്റ് ഐഡിയ ആയിട്ട് പോകുന്ന ആളാണെങ്കിൽ അവർ നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ മറ്റേ ആൾക്കത് അറിയണ്ട. ആ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി ട്രെയിൻഡ് ആണെങ്കിൽ നമുക്കത് പ്ലസ് പോയിന്റ് ആണ്. B.Tech ഉണ്ടെങ്കിൽ അതും ഇതാണ്. നമ്മുടെ ഡിവൈസ് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കാൻ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന ഇഷ്യൂ ആണെങ്കിൽ മാക്സിമം നമ്മൾ തന്നെ ചെയ്യാൻ നോക്കാം. ഈ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാൻ പറ്റും. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് എങ്ങനെ ഫോണിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുമ്പോൾ മാത്രമേ ഈ ഇഷ്യൂസ് വരുന്നുള്ളൂ.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിംഗ് സൈറ്റൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ കയറാതിരിക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് പോലുള്ള സൈറ്റിലൊന്നും മാക്സിമം കയറാതിരിക്കുക. നമുക്ക് തന്നെ ഒരു പരിധി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാവുള്ളൂ. ഓക്കെ ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? Hello, sir. ഹലോ, Okay, is there anything more? എന്താണ് കേറായില്ല? ഒന്നുകൂടെ പറയോ? Is there anything more? ഇല്ല, Questions ഒക്കെ കമ്മിറ്റഡ് ആണ്. complete. Okay. കമ്മിറ്റഡ് ആണ്. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. Thank you, sir, for this very informative and awareness session. Everyone, please Okay, fill the thank feedback form which is given in the chat books. Okay. Now, it's my privilege to propose vote of thanks and acknowledge the contribution of those who work behind this event to make it happen. On behalf of my college, I extend a really hearty vote of thanks to our chief guest, Mr. Siddharth PS, who spared time from his schedule to grace this occasion. Next, I thank Ms. Amita Janina TK, IEEE Counselor of KMCT CE, for all the support given in organizing this awareness session. Now, I would like to thank each and every one of you for actively participating till the end. Today, we had an opportunity to listen to your thoughts, and this will surely be going to encourage us in our future events. Once again, thank you, sir. Thank you, everyone. With this, we come to an end of this wonderful session. Hope you all could gain maximum out of this. Thank you all. ഓക്കെ, താങ്ക് യു.